ദൈവത്തിലും പരലോകത്തിലും പരലോകത്തെ ദൈവിക ശിക്ഷയിലുമൊന്നും വിശ്വാസമില്ലെങ്കിൽ പിന്നെ മനുഷ്യർക്ക് ധാർമ്മിക ബോധവും സദാചാരബോധവും ഒന്നും ഉണ്ടാവുകയില്ല എന്നും ദൈവവിശ്വാസമില്ലാത്തവർക്ക് ഈ ലോകത്ത് എങ്ങനെയും ജീവിക്കാമെന്നുമാണ് ഭൗതികവാദികൾക്കും യുക്തിവാദികൾക്കുമെതിരായി മതത്തിന്റെ വക്താക്കൾ ഉന്നയിക്കുന്ന മറ്റൊരാരോപണം. സത്യത്തിൽ കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിന്റെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് മനുഷ്യനായി ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു നവോത്ഥാനത്തിന്റെ കൊടുങ്കാറ്റ് വീശിക്കൊണ്ട് കേരളത്തിൽ ഉടനീളം രംഗത്ത് വന്ന സാമൂഹ്യ സാംസ്കാരിക വിപ്ലവ പ്രസ്ഥാനങ്ങൾക്കൊപ്പം രൂപം കൊണ്ടതാണ് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം. മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുന്ന അധാർമികതകൾക്കെതിരെ, മനുഷ്യന്റെ മൗലികമായ അവകാശങ്ങൾ നിഷേധിക്കുന്ന മതത്തിന്റെയും ദൈവത്തിന്റെയും വിശ്വാസങ്ങളുടെയും പേരിലുള്ള അവകാശ നിഷേധങ്ങൾക്കെതിരായിട്ടുള്ള ധാർമ്മിക പോരാട്ടത്തിൽ പങ്കുചേർന്നുകൊണ്ടാണ് ലോകമെമ്പാടും സ്വതന്ത്ര ചിന്തകരും ഭൗതികവാദികളും സാമൂഹ്യ രംഗത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. ആ ഭൗതികവാദികളെയും യുക്തിവാദികളെയും സദാചാര വിരുദ്ധരും സാമൂഹ്യ വിരുദ്ധരുമായി ചിത്രീകരിച്ചുകൊണ്ട് മതത്തിന്റെയും ജാതിയുടെയും വർഗീയതയുടെയും ഒക്കെ പേരിൽ ഇവിടെ എല്ലാത്തരം അധാർമികതയ്ക്കും നേതൃത്വം നൽകുന്ന ആളുകൾ തന്നെ ഭൗതികവാദികളെ നേരിടുമ്പോൾ അതിന് മറുപടി പറയേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഭൗതികവാദം ഉടലെടുത്തത് തന്നെ ഉയർന്ന സാമൂഹ്യ ബോധത്തിൽ നിന്നും സദാചാര ചിന്തയിൽ നിന്നുമാണ്. കാരണം നിലനിൽക്കുന്ന മതത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന ധാർമ്മിക സങ്കല്പങ്ങളും സദാചാര നിയമങ്ങളും സാമൂഹിക നിയമങ്ങളും പലപ്പോഴും മനുഷ്യന്റെ മൗലികാവകാശങ്ങളെയും മനുഷ്യത്വത്തെയും നിഷേധിക്കുന്നു എന്ന് കണ്ടുകൊണ്ടാണ് ലോകമെമ്പാടും നവോത്ഥാന ചിന്തയുടെ ഭാഗമായി ഭൗതികവാദം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. 18-ാം നൂറ്റാണ്ടിൽ മതമേധാവിത്വങ്ങൾ ഭരണകൂടങ്ങളുമായി കൂട്ടുചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള നരഹത്യകൾക്കും മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കും ശാസ്ത്ര വിരുദ്ധമായി നടത്തിയിട്ടുള്ള പീഡനങ്ങൾക്കുമൊക്കെ എതിരായിട്ടാണ്, മതത്തിന്റെ ആധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിന്നാണ് മതേതര ചിന്തയും ഭൗതികവാദപരമായ ചിന്തകളും ഉടലെടുക്കുന്നത്. കേരളത്തിലും നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് യുക്തിവാദി പ്രസ്ഥാനം രൂപപ്പെട്ടിട്ടുള്ളത്. യുക്തിവാദികൾ സദാചാരമില്ലാത്തവരല്ല, മറിച്ച് യുക്തിവാദികൾക്ക് ഇവിടുത്തെ മതവിശ്വാസികളെക്കാൾ സദാചാര ബോധവും ധാർമ്മിക ബോധവും ഉള്ളതുകൊണ്ടാണ് അവർ സാമൂഹ്യ രംഗത്ത് മതത്തിനെതിരായി പ്രവർത്തിക്കുന്നത്. കാരണം മതങ്ങളെല്ലാം തന്നെ ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മിക സങ്കല്പങ്ങൾ മതമുണ്ടായ കാലഘട്ടത്തിലെ സമൂഹത്തിന്റെ ഘടനയും അന്നത്തെ സാമൂഹ്യ സാംസ്കാരിക നിലവാരവും വെച്ചുകൊണ്ടുള്ളതാണ്. മതത്തിന്റെ വക്താക്കൾ പറയുന്ന മറ്റൊരു വാദം, ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ സൈദ്ധാന്തികന്മാർ പറയുന്ന ഒരു വാദം, മനുഷ്യർക്ക് ആവശ്യമുള്ള ധാർമ്മിക നിയമങ്ങളോ സദാചാര നിയമങ്ങളോ സൃഷ്ടിക്കാൻ മനുഷ്യർക്ക് കഴിവില്ല എന്ന്. കാരണം ബുദ്ധിപരമായ മനുഷ്യന്റെ പരിമിതികൾ മൂലം മനുഷ്യർക്ക് ആവശ്യമുള്ള യാതൊരു നിയമവും ഉണ്ടാക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിവില്ല. അതുകൊണ്ട് എല്ലാ നിയമങ്ങളും മനുഷ്യർക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കി മനുഷ്യനെ അറിയിച്ചു തന്നിരിക്കുന്നു എന്നാണ്. ഇവിടെ ദൈവം ഉണ്ടാക്കി അറിയിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്ന മതനിയമങ്ങൾ പരിശോധിച്ചാൽ, ഒരു സാമാന്യ യുക്തിബോധം ഉപയോഗിച്ച് പരിശോധിച്ചാൽ നമുക്കറിയാം, ഈ ദൈവീകമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ധാർമ്മിക സംഹിതകളൊന്നും തന്നെ ആധുനിക മനുഷ്യന്റെ ഉയർന്ന സാമൂഹ്യ ബോധവുമായിട്ടോ ധാർമ്മിക ബോധവുമായോ പൊരുത്തപ്പെടുന്നതല്ല. മറിച്ച് മതമുണ്ടായ കാലഘട്ടത്തിലെ ഗോത്ര സമൂഹങ്ങളുടെ സാമൂഹ്യ അവസ്ഥയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള നിയമങ്ങളാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇസ്ലാം മതത്തിലെ ശരീഅത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മതനിയമങ്ങൾ 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും അറേബ്യയിൽ നിലനിന്നിരുന്ന ഗോത്രാചാരങ്ങളുടെ ഒരു സമാഹാരം മാത്രമാണ്. അന്നത്തെ ഗോത്ര സമൂഹത്തിൽ നിലനിന്നിരുന്ന ഗോത്ര ആചാരങ്ങളും മര്യാദകളും അന്നത്തെ സാമൂഹ്യ നിയമങ്ങളും അതേപടി സമാഹരിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു നിയമവ്യവസ്ഥയാണ് മതം മുന്നോട്ട് വയ്ക്കുന്നത്. 1400 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ ഈ സാമൂഹ്യ നിയമങ്ങൾ
ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും മനുഷ്യനും സമൂഹവും മനുഷ്യന്റെ ധാർമ്മിക ബോധവും വളരെയേറെ മാറ്റപ്പെടുകയും ചെയ്ത ഈ കാലഘട്ടത്തിൽ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ, കുത്തുകോമ വ്യത്യാസമില്ലാതെ നിലനിർത്തണം എന്നാണ് മൗലികവാദികൾ പറയുന്നത്. ഇതിന്റെ പരിഹാസ്യത മനസ്സിലാക്കണമെങ്കിൽ ഈ മതനിയമങ്ങളെ നമ്മൾ അല്പം ചരിത്രബോധത്തോടു കൂടി ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതി. ഞാൻ ഇസ്ലാമിക ശരീഅത്ത് നിയമത്തിലെ ഏതാനും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൻ്റെ ഈ വാദഗതികൾ ചർച്ചയ്ക്കായി അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഖുർആനിലെ ശിക്ഷാ നിയമങ്ങൾ മാത്രമൊന്ന് പരിശോധിച്ചാൽ മതി. നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങളുമായി അതിനെ ഒന്ന് ബന്ധപ്പെടുത്തിയാൽ മാത്രം മതി ഇസ്ലാം ഏത് പ്രാകൃത ഗോത്ര സമൂഹത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, ഇവിടെ അഫ്സൽ ഗുരു എന്ന് പറയുന്ന ഒരു ഭീകരവാദി ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തിൽ നിരവധി ആളുകളുടെ മരണത്തിനിടയാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും അങ്ങനെ വധശിക്ഷയിൽ നിന്ന് പൊതുമാപ്പ് നേടുന്നതിന് വേണ്ടി രാഷ്ട്രപതിയുടെയൊക്കെ ദയാഹർജിയുമായി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇസ്ലാമിക മത മൗലികവാദികളായ ജമാഅത്തെ ഇസ്ലാമിക്കാരടക്കം അവരുടെ പത്രമാധ്യമങ്ങളടക്കം മനുഷ്യാവകാശ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് ചർച്ച ചെയ്യുകയാണ്. വധശിക്ഷ എന്ന് പറയുന്ന ഏർപ്പാട് തന്നെ മനുഷ്യത്വത്തിന് നിരക്കുന്നതാണോ അതോ അത് ലോകമെമ്പാടും നിരോധിക്കപ്പെടേണ്ടതാണോ എന്ന വിഷയം. ഇത് ചർച്ച ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രങ്ങളാണ്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി മനുഷ്യാവകാശത്തിന്റെ പേരിൽ അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ മനുഷ്യാവകാശ വിരുദ്ധമാണ് എന്ന് പ്രചരിപ്പിക്കാനുള്ള ധാർമ്മിക ബോധം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം ജമാഅത്തെ ഇസ്ലാമി നിലകൊള്ളുന്നത് ഇസ്ലാമിക ഭരണം, ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ, ഇസ്ലാമിക സിവിൽ നിയമങ്ങൾ എല്ലാം ലോകത്താകെ നടപ്പിലാക്കി കിട്ടണം, അതുവരെയും ജിഹാദ് നടത്തണം എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെ ലോകത്താകെ നടപ്പിലാക്കണമെന്ന് പറയുന്ന ഇസ്ലാമിലെ ശിക്ഷാ നിയമത്തിൽ വധശിക്ഷ മാത്രമല്ല, മനുഷ്യനെ അതിപ്രാകൃതമായ രീതിയിൽ കഴുത്ത് വെട്ടിക്കൊല്ലുക, കല്ലെറിഞ്ഞു കൊല്ലുക, നിസ്സാരമായ കുറ്റങ്ങൾക്ക് മനുഷ്യനെ കഴുത്തോളം മണ്ണിൽ കുഴിച്ചിട്ട് തലക്ക് ആൾക്കൂട്ടം കല്ലെറിഞ്ഞു കൊല്ലുക, കൈകാലുകൾ വെട്ടിമുറിക്കുക തുടങ്ങിയിട്ടുള്ള പ്രാകൃത ഗോത്രശിക്ഷാ നിയമങ്ങളാണ് ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ളത്. ആ നിയമങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടപ്പിലാക്കണമെന്നും അത് ദൈവം മനുഷ്യർക്ക് ലോകാവസാനം വരേക്ക് ഉണ്ടാക്കിയ നിയമമാണെന്നും അതിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് പറയുന്നവരാണ് അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷയുടെ പശ്ചാത്തലത്തിൽ വധശിക്ഷ തന്നെ മനുഷ്യാവകാശ വിരുദ്ധമാണ് എന്ന് മനുഷ്യാവകാശ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് പ്രചരിപ്പിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാരും അത് പറയുന്നില്ല, പക്ഷെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത കാലത്തുണ്ടായൊരു സംഭവമാണ്, നമ്മുടെ കേരളീയനായ ഒരു യുവാവ് സൗദി അറേബ്യയിൽ ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. കണ്ണ് ചൂഴ്ന്നെടുക്കാൻ, നൌഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നൌഷാദിന്റെ ഒരു കണ്ണ് ചൂഴ്ന്നെടുക്കണമെന്നാണ് സൗദി അറേബ്യയിലെ കോടതി വിധിച്ചത്. ആ നൌഷാദിന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കുന്ന വിധിയിൽ നിന്ന് നൌഷാദിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ, നമ്മുടെ മന്ത്രിമാരും കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും നമ്മുടെ മുസ്ലിം ലീഗ് നേതാവും കേന്ദ്രമന്ത്രിയുമായ ഇ അഹമ്മദ് അടക്കമുള്ള ആളുകൾ നിരവധി നിവേദനങ്ങളുമായി സൗദി ഗവൺമെന്റിനെ സമീപിക്കുകയും അങ്ങനെ അവസാനം ആ നൌഷാദിനാൽ ആക്രമിക്കപ്പെട്ട വ്യക്തി മാപ്പ് നൽകിയതിന്റെ പേരിൽ അയാളെ ആ ശിക്ഷയിൽ നിന്ന് വിമുക്തി നേടി നാട്ടിൽ തിരിച്ചെത്തുകയും ചെയ്ത സംഭവം. ആരാണ് യഥാർത്ഥത്തിൽ ഇവിടെ നൌഷാദിന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കാൻ കത്തി ചൂണ്ടിയത്? സൗദി അറേബ്യ ഭരണകൂടത്തെ മാത്രം അതിന് കുറ്റം പറയാൻ പറ്റില്ല, അവിടുത്തെ കോടതിയെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവിടെ നിലനിൽക്കുന്നത് ഇസ്ലാമിക നിയമമാണ്, ഖുർആനിലെ നിയമമാണ്. ഖുർആനിലെ നിയമം അനുസരിച്ചാണ് മറ്റൊരാളുടെ കണ്ണിന് ആക്രമത്തിൽ പരുക്കേറ്റ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നതിന് അതേ തുല്യ നഷ്ടം ഇപ്പുറത്ത് വരുത്തണം എന്ന്, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന ജൂദായിസത്തിന്റെ നിയമമാണ് ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ളത്. ക്രിസ്തു ബൈബിളിൽ പറയുന്നത് ഇങ്ങോട്ട് വലതു കവിളിലെടുത്ത് അടിച്ചാൽ ഇടതു കവിള് കാണിച്ചു കൊടുക്കണമെന്ന്, ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ഇതും ദൈവ
കൊടുക്കണമെന്ന്, ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ഇതും ദൈവത്തിന്റെ ഒരു ഗ്രന്ഥമാണെന്നാണ് പറയുന്നത്. എന്നാൽ ഖുർആനിലെത്തിയപ്പോഴേക്ക് വീണ്ടും ആ നിയമങ്ങളൊക്കെ തിരുത്തി പഴയ ജൂത നിയമം തന്നെ നടപ്പിലാക്കി. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന നിയമം. അതനുസരിച്ചാണ് നൗഷാദിന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കാൻ വിധിയുണ്ടായത്. ആ വിധിക്കെതിരായി ലോകമെമ്പാടുമുള്ള മനസാക്ഷിയുള്ളവരെല്ലാവരും പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് നൗഷാദ് രക്ഷപ്പെട്ടത്. ഞാനിത് പറയാൻ കാരണം, മതനിയമങ്ങൾ നാം ജീവിക്കുന്ന കാലഘട്ടത്തിലെ മനുഷ്യത്വത്തിന് നിരക്കാത്ത നിയമങ്ങളാണ് എന്നും ആ മതമുണ്ടായ കാലഘട്ടത്തിലെ ഗോത്ര സമൂഹങ്ങൾക്ക് മാത്രം യോജിച്ചവയാണ് എന്നുള്ളതിന്റെ ഉദാഹരണം എന്ന നിലക്കാണ്. ശിക്ഷാ നിയമങ്ങൾ മാത്രമല്ല, സിവിൽ നിയമങ്ങളിലേക്ക് കടന്നാലും മറ്റു നിയമങ്ങളിലേക്ക് കടന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. എന്താണ് ഇസ്ലാമിലെ ശിക്ഷാ സമ്പ്രദായങ്ങളും ഇസ്ലാമിലെ സാമൂഹ്യ നിയമങ്ങളും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഉദാഹരണത്തിന് നമ്മൾ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയം, വ്യഭിചാരത്തിന് കല്ലെറിഞ്ഞു കൊല്ലൽ ശിക്ഷ കൽപ്പിക്കുന്ന ഇസ്ലാമിൽ ബലാത്സംഗത്തിന് ശിക്ഷയില്ല എന്നത്. ബലാത്സംഗത്തിനിരയായ ഒരു സ്ത്രീക്ക് തന്നെ ആക്രമിച്ച പുരുഷനെതിരായിട്ട് പരാതി പറയാൻ പോലും ഇസ്ലാമിക നിയമമനുസരിച്ച് സാധ്യമല്ല എന്ന് മാത്രമല്ല, അങ്ങനെ പരാതി ഉന്നയിച്ചാൽ ഈ ഇരയാക്കപ്പെട്ട സ്ത്രീ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്നാണ് ഇസ്ലാമിലെ നിയമം. അതിന് പറയുന്ന കാരണം, ഒന്ന്, ബലാത്സംഗത്തിന് ഇസ്ലാമിൽ ശിക്ഷയേ ഇല്ല. ഇസ്ലാമിൽ ബലാത്സംഗം എന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നേ ഇല്ല, പരാമർശമേ ഇല്ല. വ്യഭിചാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉഭയകക്ഷി സമ്മതത്തോടെയാണെങ്കിലും വ്യഭിചാരം, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നടക്കുന്ന വ്യഭിചാരത്തിന് കല്ലെറിഞ്ഞു കൊല്ലൽ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സ്ത്രീ വിജനമായ സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയത്ത് ബലാത്സംഗത്തിനിരയായാൽ അവൾക്ക് തന്നെ ആക്രമിച്ച പുരുഷനെതിരെ പരാതി നൽകണമെങ്കിൽ 4 പുരുഷന്മാർ ഈ ബലാത്സംഗത്തിന് സാക്ഷി പറയണം. ദൃക്സാക്ഷികളായി 4 പുരുഷന്മാർ കോടതിയിൽ വന്നിട്ട് തെളിവ് നൽകണം എന്നാണ്. അങ്ങനെ 4 പുരുഷന്മാരോ അല്ലെങ്കിൽ 8 സ്ത്രീകളോ സാക്ഷികളായി പറയാനില്ല എങ്കിൽ പരാതി ഉന്നയിക്കുന്നവർക്ക് 80 ചാട്ടവാറടി ശിക്ഷ നൽകണമെന്നാണ് ഖുർആൻ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ബലാത്സംഗത്തിന് ഇരയാകുന്നവർ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പോയി പരാതി പറയാൻ നിർവാഹമില്ല ഇസ്ലാമിക നിയമം അനുസരിച്ച്. കാരണം 4 പുരുഷന്മാരെ 4 മൂലയ്ക്ക് സാക്ഷി നിർത്തിക്കൊണ്ട് ആരും ബലാത്സംഗം നടത്താറില്ല. ബലാത്സംഗം നടക്കുന്നത് പലപ്പോഴും സ്ത്രീകൾ ഒറ്റയ്ക്കാവുന്ന വീടുകളിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റു വല്ലയിടങ്ങളിലും വെച്ചോ. അവിടെ 4 പുരുഷന്മാരോ അല്ലെങ്കിൽ 8 സ്ത്രീകളോ ദൃക്സാക്ഷികളായി ഉണ്ടെങ്കിൽ മാത്രമേ ബലാത്സംഗത്തിനിരയായ സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പോയി പരാതി പറയാൻ പാടുള്ളൂ എന്നും, അല്ലാതെ സാക്ഷികളില്ലാതെ പരാതി പറഞ്ഞാൽ, ആ സ്ത്രീ പരാതി പറഞ്ഞാലും സ്ത്രീയുടെ ഭർത്താവ് പരാതി പറഞ്ഞാലും ഇത് കണ്ട 3 പേർ പോയി പരാതി പറഞ്ഞാലും 4മതൊരു സാക്ഷി കൂടിയില്ല എന്നതിന്റെ പേരിൽ ഈ പരാതിക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തി ചാട്ടവാറടി നൽകണം എന്നാണ് ഇസ്ലാമിലെ ശിക്ഷാ സമ്പ്രദായം. ഇത് എന്നാൽ നമ്മുടെ നാട്ടിലേക്ക് ആധുനിക തെളിവ് നിയമത്തിൽ ഇളവ് വരുത്തിക്കൊണ്ട് സ്ത്രീകൾക്കെതിരായുള്ള ആക്രമണങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ മൊഴി മാത്രം പരിഗണിച്ചുകൊണ്ട് ഈ പ്രതിക്കെതിരെ നടപടിയെടുക്കാമെന്ന നിലപാടാണ് ആധുനിക പരിഷ്കൃത സമൂഹം എടുത്തിട്ടുള്ളത്. ഇസ്ലാമിലെ എല്ലാ സാമൂഹ്യ വ്യവഹാരങ്ങൾക്കും മറ്റു കോടതി കേസുകൾക്കും 2 പുരുഷ സാക്ഷികളോ 4 സ്ത്രീ സാക്ഷികളോ മതി. പക്ഷേ വ്യഭിചാരവുമായി അല്ലെങ്കിൽ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട കേസിന് 4 പുരുഷ സാക്ഷികളോ 8 സ്ത്രീ സാക്ഷികളോ വേണം എന്ന നിലപാടാണ്. ഇത് ആധുനിക ധാർമ്മിക സങ്കല്പങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ തീർത്തും യുക്തിരഹിതവും മനുഷ്യത്വരഹിതവുമായ നിയമമാണ്. ഇതിനടിസ്ഥാനപരമായ പശ്ചാത്തലം നബിയുടെ പത്നിക്കെതിരായിട്ട് ലൈംഗിക ആരോപണം ഉണ്ടായി എന്നും അതിന് ആ നബിയുടെ പ്രിയപ്പെട്ട പത്നിയെ ഈ ആരോപണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഖുർആൻ വാക്യങ്ങളൊക്കെ ഇറങ്ങുന്നത്. പക്ഷെ അതെങ്ങനെ ലോകാവസാനം വരെ ഒരു വള്ളിപുള്ളി മാറ്റം വരുത്താത്ത പൊതു നിയമമായി വന്നു എന്നുള്ളത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ യുക്തി ഉപയോഗിച്ച് പരിശോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇന്ന് മനുഷ്യാവകാശത്തിന്റെ പേരിലൊക്കെ വലിയ വാചകമടി നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ, അവർ മൂടിവെക്കുന്ന ഒരുപാട് വസ്തുതകളുണ്ട്. ഇസ്ലാമിന്റെ വക്താക്കൾ ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും മതസൗഹാർദ്ദത്തെക്കുറിച്ചും ഒക്കെ ഇന്ന് പെരുമ്പറ കൊട്ടി പ്രചരിപ്പിക്കുന്നുണ്ട് ആളുകൾ.
റമദാൻ മാസത്തില് ഇവിടെ ഏതെങ്കിലും ഹിന്ദുക്കളൊന്നോ രണ്ടോ പേര് നോമ്പെടുത്താൽ അത് വലിയ വാർത്തകളായി ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രത്തിൽ വരുന്നു. നോമ്പ് കാലത്ത് ക്രിസ്ത്യൻ പള്ളിയിൽ മുസ്ലിങ്ങളെ വിളിച്ചു ഇഫ്താർ പാർട്ടി നടത്തി അവിടെ ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നതിന്റെ ഫോട്ടോ മാധ്യമം പ്രസിദ്ധീകരിക്കുന്നു. എന്നാൽ ഈ നിലപാട് തിരിച്ചാണെങ്കിൽ എന്താണ് സ്ഥിതി? ഒരു മുസ്ലിം വിശ്വാസിയായിട്ടുള്ള ഒരാള് ശബരിമലയ്ക്ക് മാലയിട്ടു, അല്ലെങ്കിൽ അയാൾ ഒരു ക്രിസ്ത്യൻ ആരാധനാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു, ഇതേ മനോഭാവം തിരിച്ച് നൽകാൻ കഴിയില്ല. കാരണം എന്താ? ഇസ്ലാമിലെ നിയമം എന്താണ്? മതവിശ്വാസം ഉപേക്ഷിക്കുന്നവനെ വധിച്ചു കളയണമെന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യനായ മൗദൂദി പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയിൽ നിന്നുള്ള ആൾ വിട്ടുപോയാൽ അയാളെ കൊല്ലണം എന്ന്. മുർത്തദിനെ വധിച്ചു കളയുക. മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അവരെ സ്വാഗതം ചെയ്യുകയും അവർക്ക് പ്രത്യേക പാരിതോഷികങ്ങൾ നൽകുകയും ചെയ്യുക. എന്നാൽ ഇസ്ലാം മതത്തിൽ നിന്ന് ആരെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ട് തിരിച്ചു പോയാൽ, അല്ലെങ്കിൽ മറ്റു പ്രലോഭനങ്ങൾക്ക് വിധേയമായോ വിവാഹം ചെയ്തോ ഒക്കെ തിരിച്ചു പോയാൽ അവരെ കൊന്നുകളയണമെന്നാണ് നിയമം. ഇത് ആധുനിക കാലത്ത് പറയാൻ പറ്റാത്ത കാര്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇവരിത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഖുർആനും ഹദീസും മൗദൂദിയുടെ കിതാബുകളും ഒക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇവർ എത്ര മറച്ചു വെച്ചാലും ഇത് മറയ്ക്കാൻ കഴിയില്ല. ഇതൊരു വസ്തുതയാണ്. അതുപോലെ തന്നെ ഇത് ഗോത്ര നിയമമാണ്. കാരണം പഴയ കാലത്ത് ഗോത്രങ്ങൾ ഒരു ഗോത്രം വിട്ടു പോകുന്നവനെ ആ ഗോത്രത്തിന്റെ ശത്രുവായി കണക്കാക്കുകയും അവനെ ഓടിച്ചിട്ട് പിടിച്ച് കൊല്ലുകയും ചെയ്യുക എന്നുള്ളത് പ്രാകൃതമായ ഗോത്ര നീതിയാണ്. എന്നാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും യുഗത്തിലാണ്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര പ്രഖ്യാപനങ്ങളിൽ അടിവരയിട്ട് പറയുന്നത് മനുഷ്യർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇഷ്ടമുള്ളപ്പോൾ ഏത് മതം മാറാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കണമെന്ന്. മതമെന്നല്ല, അവന് ഇഷ്ടമുള്ള ഏത് പ്രത്യയശാസ്ത്രത്തെയും തന്റെ ജീവിതത്തിൽ സ്വീകരിക്കാൻ അവകാശമുണ്ട്. അത് മനുഷ്യന്റെ മൗലികമായ അവകാശമാണ്. ഇവിടെ ഒരാൾ പാരമ്പര്യമായി തനിക്ക് കിട്ടിയതാണ്. നമ്മൾ മതം വിശ്വസിക്കുന്നത് നമ്മുടെ ആരുടെയും ഓപ്ഷൻ കൊണ്ടല്ല. നമ്മളാരും ഇന്ന മതക്കാരാവണമെന്ന് ജനിക്കുന്നതിന് മുമ്പ് ആർക്കും അപേക്ഷ കൊടുത്തിട്ടില്ല. നമ്മുടെ ഓപ്ഷനല്ല നമ്മുടെ മതം. നമ്മുടെ ഐച്ഛികമായി സ്വീകരിച്ചതല്ല നമ്മുടെ മതം. നമുക്ക് ചെറുപ്പത്തിലെ നമ്മൾ ഏത് കുടുംബത്തിൽ ജനിച്ചോ ആ കുടുംബത്തിൽ നമ്മുടെ കുരുന്ന് മനസ്സിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസം പിന്നീട് അവൻ വളർന്ന് സ്വയം ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ പ്രായമാകുമ്പോൾ ആ വിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ അവൻ ഒരു വിമർശന ബുദ്ധി വിശകലനം ചെയ്യുമ്പോൾ ഇതൊക്കെ തെറ്റാണെന്നും മണ്ടത്തരമാണെന്നും അവന് ബോധ്യമാകുമ്പോൾ അവൻ ആ വിശ്വാസം ഉപേക്ഷിച്ച് പോകും. ചിലപ്പോൾ ഈ മതത്തെക്കാൾ നല്ലത് മറ്റേ മതമാണെന്ന് തോന്നുന്നവൻ മതം ഉപേക്ഷിച്ച് വേറൊരു മതത്തിലേക്ക് പോകും. ഇത് വളരെ സ്വാഭാവികമായ ജനാധിപത്യപരമായ ഒരു മനുഷ്യന്റെ അവകാശമായി കാണാൻ ഈ പ്രാകൃത മതങ്ങൾക്ക് സാധ്യമല്ല. മതം ഉപേക്ഷിക്കുന്നവനെ കൊന്നുകളയണം എന്നാണ് മതത്തിന്റെ നിയമം. ഇത് പ്രാകൃതമായ ഗോത്ര നിയമമാണ്, മനുഷ്യത്വത്തിന് നിരക്കാത്ത നിയമമാണ്. ഈ കാര്യത്തിൽ വിശ്വാസികൾക്ക് പോലും തർക്കമുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുപോലെ തന്നെ വളരെ പ്രാകൃതമായ വിചിത്രമായ അനേകം ഗോത്ര നിയമങ്ങളെ ഈ മത നിയമ സംഹിതയിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന മറ്റൊരു സംഭവമാണ്. ഒരുപാട് സിനിമയും കഥയും ഒക്കെ വന്നിട്ടുള്ള പത്രവാർത്തകളിൽ എപ്പോഴും വന്നിട്ട് വരുന്ന സംഭവമാണ്. വിവാഹമോചനം ചെയ്ത ഒരാൾ എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മുൻകോപത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മനോവിഭ്രാന്തിയുടെ പേരിലോ അല്ലെങ്കിൽ മദ്യപാനം കൊണ്ട് ബോധം നഷ്ടപ്പെട്ട സമയത്തോ ഒരാൾ തന്റെ ഭാര്യയെ 3 തലാക്ക് ചൊല്ലി ഒഴിവാക്കിയാൽ പിന്നീട് അയാളുടെ ആ തെറ്റിദ്ധാരണ മാറുകയും അയാളുടെ ഭാര്യയെ തിരിച്ച് അയാളുടെ കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്താൽ അവിടെ മതനിയമം ഒരു വലിയ തടസ്സം സൃഷ്ടിക്കുന്നു. എന്താണത്? അങ്ങനെ വിവാഹമോചനം ചെയ്യപ്പെട്ടാൽ ആ സ്ത്രീക്ക് പിന്നെ തിരിച്ച് അവരുടെ ഭർത്താവിന്റെ കൂടെ ജീവിക്കണമെങ്കിൽ ആ സ്ത്രീയെ മറ്റൊരാൾ വിവാഹം ചെയ്യുകയും അയാളുടെ കൂടെ അന്തിയുറങ്ങുകയും അയാളുമായി നിർബന്ധമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനെ തുടർന്ന് അയാൾ തലാക്ക് ചൊല്ലി ഒഴിവാക്കുകയും പിന്നെ 3 മാസം ഇദ്ദ ആചരിക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ ഈ സ്ത്രീക്ക് തന്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടൂ എന്നാണ് നിയമം. ഇത് ഖുർആനിലുള്ള നിയമമാണ്. ഇവിടെ ആരാണ് തെറ്റ് ചെയ്തത്? തലാക്ക് ചൊല്ലിയ പുരുഷനാണ് തെറ്റ് ചെയ്തത്. മദ്യപാനം കൊണ്ടോ മുൻകോപം കൊണ്ടോ മനോവിഭ്രാന്തി കൊണ്ടോ. ഇവ അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായി നമ്മുടെ മലപ്പുറം ജില്ലയിൽ. അബൂബക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഗൾഫിൽ നിന്ന് അദ്ദേഹത്തിന് എന്തോ മാനസിക വിഷമം ഉണ്ടായ സമയത്ത് ഒരു പോസ്റ്റ് കാർഡിൽ തന്റെ ഭാര്യയെ തലാക്ക് ചൊല്ലി എന്ന് പോസ്റ്റ് കാർഡ് എഴുതി അളിയന് പോസ്റ്റ് ചെയ്തു. അത് പള്ളി കമ്മിറ്റിയിലെ ആ കാർഡ് കിട്ടി. പള്ളി കമ്മിറ്റിക്കാർ ഈ തലാക്ക് അംഗീകരിച്ചു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പിന്നെ മറന്ന് 2 വർഷം കഴിഞ്ഞ് അബൂബക്കർ നാട്ടിൽ തിരിച്ചു വന്ന് തന്റെ ഭാര്യ 6 മക്കളുള്ള ആ
അത് പള്ളി കമ്മിറ്റിയിലെ ആ കാർഡ് കിട്ടി, പള്ളി കമ്മിറ്റിക്കാർ ഈ തലാഖ് അംഗീകരിച്ചു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പിന്നെ മറന്ന് 2 വർഷം കഴിഞ്ഞ് അബൂബക്കർ നാട്ടിൽ തിരിച്ചു വന്ന് തന്റെ ഭാര്യ 6 മക്കളുള്ള ആ മനുഷ്യൻ, ഒരുപാട് പ്രായമുള്ള ആ സ്ത്രീയും ആ മനുഷ്യനും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അവർ ഈ തലാഖ് വലിയ കാര്യം തന്നെ മറന്നു കഴിഞ്ഞിരുന്നു. ജീവിക്കാൻ തുടങ്ങിയപ്പോൾ പള്ളി ഇടപെടുന്നു, പള്ളി കമ്മിറ്റി വരുന്നു, മഹല്ല് കമ്മിറ്റി വരുന്നു, അവരെ പുറത്താക്കുന്നു, ഊര് വിലക്കുന്നു, അവർ ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. അവരത് കൂട്ടാക്കാതെ ആ മഹല്ലിൽ നിന്ന് പുറത്തെവിടെയോ പോയി വാടക വീട്ടിൽ താമസിക്കേണ്ടി വരുന്നു. അവിടെയും ഉപദ്രവങ്ങൾ വന്നതായിട്ടൊക്കെ പത്രങ്ങളിൽ നമ്മൾ കാണും. ആരാണ് ഇവിടെ തടസ്സം ഉണ്ടാക്കുന്നത്? മതനിയമം, അള്ളാഹുവിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുള്ള മതനിയമമാണത്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരാണ് തെറ്റ് ചെയ്തത്? ഈ മനുഷ്യന് മാനസികമായ എന്തോ പ്രശ്നമുണ്ടായ സമയത്ത് അദ്ദേഹത്തിന് ഭാര്യയോട് അല്പം കോപം തോന്നി, അദ്ദേഹം തലാഖ് ചൊല്ലി എന്ന് എഴുതി അയച്ചാൽ ഈ ഭാര്യ എന്ത് തെറ്റ് ചെയ്തു? ആ ഭാര്യയാണ് അതിന് ശിക്ഷ അനുഭവിക്കുന്നത്. ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ തന്റെ ഭർത്താവ് ചെയ്ത ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ ഭർത്താവിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി തന്റെ ആത്മാഭിമാനവും ശരീരവും ചാരിത്രവും ഒക്കെ മറ്റൊരാൾക്ക് പണയം വെക്കണം എന്ന് പറയുന്ന ഗോത്ര നിയമത്തിന്റെ യുക്തി എന്താണ്? ഇവിടെ പറയുന്നത് അയാൾ ഇങ്ങനെ കാരണം കൂടാതെ നിസ്സാര കാരണങ്ങൾക്ക് തലാഖ് ചെല്ലുന്നതിന് അയാൾക്കുള്ള ശിക്ഷയാണ് എന്നാണ്. എങ്ങനെ അയാൾക്കുള്ള ശിക്ഷയാകുന്നത്? അവിടെയാണ് ഇസ്ലാമിന്റെ സ്ത്രീ സങ്കല്പം വരുന്നത്. സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായിട്ട്, സുഖിക്കാനുള്ള ഒരു ഉപകരണമായിട്ട് മാത്രം കാണുന്ന ഒരു ഗോത്ര സമൂഹത്തിൽ ഇത് അയാൾക്ക് ശിക്ഷയായി അനുഭവപ്പെടും. ഇതൊരു കാറോ സൈക്കിളോ അല്ലെങ്കിൽ മറ്റൊരു ഉപകരണമാണെങ്കിൽ അത് കേടുവരുത്തിയിട്ട് അയാൾക്ക് തിരിച്ചു കൊടുക്കുക എന്നത് ഒരു ശിക്ഷയാണ്. പക്ഷെ ഇവിടെ ഒരു സ്ത്രീയെ മനുഷ്യരായി കാണുന്നവർക്ക്, ഒരു വ്യക്തിത്വമുള്ള അഭിമാനബോധമുള്ള ഒരു സ്ത്രീയെ മനുഷ്യനായി കാണുന്നവർക്ക് ഈ നിയമത്തെ എങ്ങനെയാണ് പുരുഷനുള്ള ശിക്ഷയായിട്ട് കാണാൻ പറ്റുക? പുരുഷൻ ഇവിടെ ഒരു ശിക്ഷ അനുഭവിക്കുന്നില്ല, അയാളുടെ ഭാര്യയാണ് ആ അഭിമാന ഭംഗം വന്ന് അപമാനിതയായി തീരുന്നത്. അത്തരം നിയമങ്ങളെ സ്ത്രീയെ വെറും ഭോഗവസ്തുവായി കണ്ടിരുന്ന ഒരു പ്രാകൃത ഗോത്ര കാലഘട്ടത്തിലെ ഇത്തരം നിയമങ്ങളെയാണ് ഇന്ന് ദൈവത്തിന്റെ നിയമങ്ങളാണെന്നും പറഞ്ഞ് ഈ കാലഘട്ടത്തിൽ 21ാം നൂറ്റാണ്ടിൽ ഈ ആധുനിക പരിഷ്കൃത സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, മതനിയമങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഭൗതികവാദികളുടെയും ആധുനിക ലോകത്തെ പരിഷ്കൃത മനുഷ്യരുടെയും സദാചാരത്തെ ചോദ്യം ചെയ്യാൻ മതത്തിന്റെ വക്താക്കൾക്ക് അവകാശമില്ല. കാരണം മതം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ സാമൂഹ്യ നിയമങ്ങളും എല്ലാ ധാർമ്മിക നിയമങ്ങളും ആ മതമുണ്ടായ കാലഘട്ടത്തിലെ ഗോത്രസങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. വിവാഹ മോചനത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീകളെ സംബന്ധിക്കുന്ന എല്ലാ നിയമങ്ങളും പ്രാകൃതമായ ഗോത്ര നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ 1 കൊല്ലം ആ സ്ത്രീ ഒരു ഇരുട്ടറയിൽ ചടഞ്ഞിരിക്കണം, ഇദ്ദ എന്ന പേരിൽ ചടഞ്ഞിരിക്കണം എന്നാണ് ഖുർആനിൽ ഒരിടത്ത് പറയുന്നത്. മറ്റൊരിടത്ത് അത് തിരുത്തിയിട്ട് പറയുന്നു 4 മാസം ഇദ്ദ ആചരിക്കണം. ഇത് ദൈവം ഒരിക്കൽ 1 കൊല്ലം എന്ന് പറഞ്ഞു. ആ 1 കൊല്ലം എന്നുള്ളത് അന്നത്തെ ജാഹിലിയ ഗോത്ര നിയമമായിരുന്നു. പിന്നീട് ദൈവത്തിന് തോന്നിയ 1 കൊല്ലം കുറച്ച് കൂടുതലാണെന്ന്, അത് കുറച്ചേക്കാം. അങ്ങനെ ദൈവം ആ നിയമം വെട്ടിത്തിരുത്തി അത് 4 മാസം എന്നാക്കി. ഭർത്താവ് മരിച്ചാൽ ഭാര്യ കുളിക്കാതെയും പല്ല് തേക്കാതെയും ഒരു ഇരുട്ടറയിൽ 4 മാസം ചടഞ്ഞിരിക്കണം എന്നാണ് ഇസ്ലാമിക നിയമം. അന്ന് വേറെ ആരും ആ സ്ത്രീയെ കാണാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കൂലിപ്പണിയെടുത്ത് മക്കളെ പോറ്റുന്ന ഒരു കുടുംബത്തിൽ അച്ഛൻ മരിച്ചാൽ ചിലപ്പോൾ ഈ അമ്മയും കൂലിപ്പണിക്ക് പോയെങ്കിലേ കുട്ടികൾ കഞ്ഞി കുടിക്കുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ ഈ സ്ത്രീയെ ഇങ്ങനെ ഇരുട്ടറയിൽ 4 മാസം കിടത്തണം എന്ന് പറഞ്ഞാൽ അതെന്ത് ന്യായമാണ്? ഇത് ഗോത്ര നിയമമാണ്. ഗോത്ര നിയമമാണെന്ന് മൗദൂദി തന്നെ പറയുന്നുണ്ട്. ജാഹിലിയ കാലത്ത് നിലനിന്നിരുന്ന ഒരു നിയമം ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ഈ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന എല്ലാ നിയമങ്ങളും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന് പറയുന്ന ന്യായം സ്ത്രീ ദുഃഖമാചരിക്കുകയാണെന്നാണ്. വേറൊരു ന്യായം പറയുന്നത് ഗർഭമുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. ഗർഭമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഏതെങ്കിലും ലാബിൽ പോയി മൂത്രം പരിശോധിച്ചാൽ മതി ഇന്നത്തെ കാലത്ത്. മാത്രമല്ല 90 വയസ്സായ കിളവി, ഗർഭധാരണത്തിനൊന്നും ഒരു സാധ്യതയില്ലാത്ത കിളവിയാണെങ്കിലും ഇതേ ആചരിക്കണം എന്നാണ് നിയമം. ആ പറയുന്ന ന്യായമൊന്നുമില്ല. അത് അന്നത്തെ ഗോത്രത്തിലെ നിയമമാണ്. പുരുഷ മേധാവിത്വം അടിച്ചേൽപ്പിച്ച സ്ത്രീ വിരുദ്ധമായ നിയമമാണ്. മറ്റൊരു ന്യായം പറയുന്നത് അവൾ ദുഃഖം ആചരിക്കണം. എന്തിനാണ് എന്താണ് ഈ ദുഃഖാചരണം? സ്ത്രീക്ക് മാത്രം. എന്നാൽ ഭാര്യ മരിച്ചാൽ ഭർത്താവ് ഇരിക്കട്ടെ. അതുപോലെ ദുഃഖാചരണമാണെങ്കിൽ ഇല്ല, അയാൾക്ക് പിറ്റേന്ന് വേറെ പെണ്ണ് കേട്ടോ, ഒരു തടസ്സവുമില്ല. ഈ രീതിയിൽ പുരുഷ മേധാവിത്വപരമായ നിയമങ്ങൾ, സ്ത്രീകളുടെ എല്ലാ അവകാശങ്ങളും പുരുഷന്റെ പകുതിയാണ് എന്നാണ് ഇസ്ലാമിക നിയമം പറയുന്നത്. സ്വന്തം മാതാപിതാക്കളുടെ സ്വത്ത് അനന്തരാവകാശമായി വീതം വെക്കുമ്പോൾ ആൺമക്കൾക്ക് ഇരട്ടിയും പെൺമക്കൾക്ക് പകുതിയുമായി നൽകണം എന്നാണ് ഖുർആനിലെ ഇസ്ലാമിക ശരീഅത്ത് നിയമം. പെൺകുട്ടികൾ മാത്രമുള്ള ആളാണ് മരണപ്പെട്ടതെങ്കിൽ
പെൺകുട്ടികൾ മാത്രമാണ് അയാളുടെ സ്വത്തിന് അവകാശികളെങ്കിൽ അയാളുടെ സ്വത്തുക്കൾ മുഴുവൻ ഈ പെൺകുട്ടികൾക്ക് കിട്ടുകയില്ല ഇസ്ലാം നിയമം അനുസരിച്ച്. ഒന്നിലധികം പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ 2 സ്വത്ത് മാത്രമേ ഈ പെൺകുട്ടികൾക്ക് വീതം വെക്കേണ്ടുള്ളൂ. ബാക്കി 1 സ്വത്ത് അകന്ന ബന്ധുക്കൾക്ക് നൽകണം. അകന്ന ബന്ധുക്കളില്ലെങ്കിൽ പൊതു ഖജനാവിലേക്ക് നൽകണമെന്നാണ് ശരീഅത്ത് നിയമം പറയുന്നത്. നേരെ മറിച്ച് ആൺകുട്ടികളാണെങ്കിൽ ഇയാളുടെ മുഴുവൻ സ്വത്തും ആ ആൺകുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. ഒരു മകള് മാത്രമേ, ഞാൻ മരിക്കുമ്പോൾ എന്റെ മകള് മാത്രമേ എന്റെ സ്വത്തിന് അവകാശിയായിട്ടുള്ളൂ എങ്കിൽ ഇസ്ലാമിക നിയമപ്രകാരം എന്റെ സ്വത്തിന്റെ നേർപകുതി മാത്രമേ എന്റെ മകൾക്ക് നൽകേണ്ടതുള്ളൂ. ബാക്കി എന്റെ സ്വത്തിന്റെ പകുതി എന്റെ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ എന്റെ വാപ്പയോ അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ മക്കളോ അകന്ന ബന്ധുക്കളാരോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. ആരും ജീവിച്ചിരിപ്പില്ലെങ്കിൽ അത് പൊതുഖജനാവിലേക്ക് നൽകണം എന്നാണ് ശരീഅത്ത് നിയമം. അതുപോലെ തന്നെ എന്റെ മകൻ ആദ്യം മരിച്ചു, ഞാൻ മരിക്കുമ്പോൾ എന്റെ മകന്റെ മക്കൾ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എങ്കിൽ ആ മകന് കിട്ടേണ്ട സ്വത്തുക്കൾ എന്റെ മകന്റെ മക്കൾക്ക്, അനാഥരായ മക്കൾക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിക ശരീഅത്ത് നിയമം. ഈ ശരീഅത്തിനെതിരായിട്ട് ആണ് ചേകനൂർ മൗലവി പണ്ട് ഒരുപാട് ബഹളം ഉണ്ടാക്കിയത്. ഇവിടെ അനാഥരായ പേരക്കുട്ടികൾക്ക് സ്വത്തവകാശമില്ല എന്ന് പറയുന്ന ഗോത്ര നിയമം നീതിക്ക് നിരക്കാത്ത നിയമമാണ്. ഏത് സാമാന്യ ബുദ്ധിയുള്ളവർക്കും അറിയാം. ഇവിടെയൊക്കെ ചില സാങ്കേതിക വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മതത്തിന്റെ ആളുകൾ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ പ്രാകൃതമായ ആചാരങ്ങൾ, പ്രാകൃതമായ അനുഷ്ഠാനങ്ങൾ ഇന്ന് ലോകത്ത് പരിഷ്കൃത സമൂഹം എല്ലാ പ്രദേശങ്ങളിലും നിയമം മൂലം നിരോധിക്കുകയോ സ്വമേധയാ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടുള്ള നിരവധി പ്രാകൃതമായ ആരാധനാ സമ്പ്രദായങ്ങളുണ്ട്. അതിലൊന്നാണ് നരബലി, മറ്റൊന്നാണ് മൃഗബലി. നമ്മുടെ ഇന്ത്യയിൽ പോലും മൃഗബലി നിരോധിച്ചിട്ടുണ്ട്. കാരണം മൃഗങ്ങളെ, ആരാധനയുടെ പേരിൽ മൃഗങ്ങളെ കഴുത്ത് വെട്ടി ദൈവങ്ങളെ സന്തോഷിപ്പിക്കുന്നത് ഒരു പരിഷ്കാരിയായ മനുഷ്യന് യോജിച്ചതല്ല എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് നിയമം മൂലം നിരോധിച്ചത്. കൊടുങ്ങല്ലൂരിൽ കോഴിയെ വെട്ടുന്നത് പോലും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്. എന്നാൽ ലോകത്ത് ലക്ഷക്കണക്കിന്, ദശലക്ഷക്കണക്കിന് മൃഗങ്ങളെ, മിണ്ടാപ്രാണികളെ കൂട്ടത്തോടെ ബലി നടത്തുന്ന കർമ്മം നടക്കുന്നത് ഇസ്ലാമിലെ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട. നമ്മുടെ രാജ്യത്ത് നിന്ന് മൃഗബലി നിരോധിച്ച നമ്മുടെ രാജ്യത്ത് നിന്ന് ഈ മൃഗബലി അവിടെ പോയി നടത്താനാണ് നമ്മൾ 25,000 രൂപ നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് സബ്സിഡി കൊടുക്കുന്നത്. ഇന്ത്യയിൽ നിരോധിച്ച മൃഗബലി മക്കയിൽ പോയി നടത്താൻ ഇവിടെ നിന്ന് നമ്മുടെ മതേതര ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുക. എന്നിട്ട് അവിടെ പോയിട്ട് ചെയ്യുന്നു. 4,000 രൂപയോളം അവിടെ ഒരാൾ സൗദി ഗവൺമെന്റിന് അടയ്ക്കണം മൃഗബലിയുടെ ഇനത്തിൽ എന്നാണ് പറയുന്നത്. 25 ലക്ഷത്തോളം ആളുകളാണ് ഒരു വർഷം ഹജ്ജിനെത്തുന്നത്. കണക്ക് കൂട്ടിയപ്പോൾ 1000 കോടി രൂപ മൃഗബലിക്കായി സൗദി ഗവൺമെന്റിന്റെ ഖജനാവിൽ എത്തുന്നു ഓരോ വർഷവും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഒട്ടകങ്ങൾ, 7 പേർക്ക് ഒരു ഒട്ടകം അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാട് എന്ന തോതിൽ അവിടെ ബലി നടക്കണമെന്നാണ് നിയമം. അത്രയും നടക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത്. കാരണം ആ തോതിലൊക്കെ മൃഗങ്ങളെ ബലി നടത്തുന്നുണ്ടെങ്കിൽ ലോകത്ത് ഒട്ടകവും ആടും ഒക്കെ വംശനാശം വരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ അവിടെ ഒരുപാട് അഴിമതി നടക്കുന്നുണ്ട്. ആ കാര്യം ഈ പണം വാങ്ങിയിട്ട് കുറച്ചൊക്കെ അറക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഇങ്ങനെ അവിടെ ബലി അറക്കുന്ന മൃഗങ്ങളെ അടുത്ത കാലം വരെയും മരുഭൂമിയിൽ ഒന്നാകെ കൂട്ടിയിട്ട് ഉണക്കി നശിപ്പിച്ചു കളയുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ അടുത്ത കാലത്ത് അതിൽ കുറച്ച് ഭാഗം സംസ്കരിച്ച്, ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ കുറച്ച് ഭാഗം മാംസം സംസ്കരിച്ച് ടിൻ ചെയ്ത് ആഫ്രിക്കയിലേക്കും മറ്റും അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഇപ്പൊ അടുത്ത ദിവസം തന്നെ മാധ്യമത്തിൽ വന്ന ഒരു കണക്കനുസരിച്ച് അവിടെ ആ ബലി അറക്കപ്പെടുന്നതിന്റെ ഒരു 40% അങ്ങനെ സംസ്കരിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ബാക്കി 60% മരുഭൂമിയിൽ ഉണക്കി കളയുന്നു. ഈ മൃഗബലിയെ ഞങ്ങളെ യുക്തിവാദികൾ വിമർശിക്കുമ്പോൾ നമ്മുടെ ഇസ്ലാമിന്റെ വക്താക്കൾ, ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ പറയുന്നത് എന്താണ്? അത് പോഷകാഹാര വിതരണത്തിന് വേണ്ടി നടത്തിയൊരു ഏർപ്പാടാണെന്ന്. ഞാൻ ചോദിക്കുന്നു, പോഷകാഹാര വിതരണമാണ് ആഫ്രിക്കയിലെ പട്ടിണിപ്പാവങ്ങളുടെ പട്ടിണി മാറ്റലാണ് മൃഗബലിയുടെ ലക്ഷ്യമെങ്കിൽ ആ മൃഗബലിയെ നമുക്ക് ഒന്ന് മാറ്റിക്കൂടെ? ഈ മിണ്ടാപ്രാണികളൊക്കെ ഒന്ന് മരുഭൂമിയിൽ തള്ളുന്ന ഏർപ്പാട് നിർത്തിയിട്ട് ആ 1000 കോടി ഉറുപ്പിയൊക്കെ നമുക്ക് ഗോതമ്പോ റൊട്ടിയോ അരിയോ വാങ്ങിയിട്ട് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങി സോമാലിയയിലും സുഡാനിലും ഒക്കെ പട്ടിണി കിടക്കുന്നവർക്ക് എത്തിച്ചു കൊടുത്തൂടെ? ദൈവം ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ലേ ദൈവത്തിന്? അത് പറയുമ്പോഴാണ് അത് മാറ്റാൻ പറ്റില്ല. കാരണം മതനിയമമാണ്. മതത്തിന്റെ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളിലും മാറ്റം വരുത്തിക്കൂടാ എന്നാണ് പറയുന്നത്. അങ്ങനെ മൃഗബലി മാത്രമല്ല നരബലിയെയും പാടിപ്പുഴത്തുന്നു. സെമിറ്റിക് മതങ്ങൾ, ക്രിസ്തുമതവും ഇസ്ലാം മതവും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആരാധനാകർമ്മമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്താണ്? നരബലിയാണ്.
കാരണം ഇബ്രാഹിം നബി സ്വന്തം പുത്രനെ, ഇഷ്ടപുത്രനെ ബലിയർപ്പിച്ചു. അങ്ങനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയി. അതിൽ സംപ്രീതനായി ദൈവം തൽക്കാലം അവനെ രക്ഷപ്പെടുത്തി ഒരാടിനെ പകരം മറക്കാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ മൃഗബലി, നരബലിക്ക് ബദലായിട്ടാണ് മൃഗബലി കൊണ്ടുവരുന്നത്. അവിടെ ദൈവം ഒരാൾ വിട്ടുവീഴ്ച ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ മൃഗബലി, നരബലിക്ക് ബദലായിട്ടാണ് മൃഗബലി കൊണ്ടുവരുന്നത്. അവിടെ ദൈവം ഒരാൾ വിട്ടുവീഴ്ച ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് ഏറ്റവും ആവശ്യം നരബലി തന്നെയാണ്. എവിടുന്നാണ് ഇത് വരുന്നത്? ഈ നരബലിയും മൃഗബലിയും ഒക്കെ വരുന്നത് എവിടുന്നാണ്? പ്രാകൃത ഗോത്ര സമൂഹങ്ങളിൽ. 10,000-കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള മനുഷ്യർ വളരെ അപരിഷ്കൃതരായി ജീവിച്ചിരുന്ന കാലത്തെ ആരാധനാരീതിയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. അതിന്റെ തന്നെ മറ്റൊരു ഭാഗമാണ് ലിംഗബലിയും യോനിബലിയും ഒക്കെ ആയിട്ട് നടത്തുന്ന സുന്നത്ത് കർമ്മം. സ്ത്രീകളുടെ, ആഫ്രിക്കയിലെ മുഴുവൻ പെൺകുട്ടികളുടെയും സുന്നത്ത് നടത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളുടെ സുന്നത്ത് എന്തോ ഭാഗ്യത്തിന് വന്നിട്ടില്ല. ഇവിടെ ആൺകുട്ടികളുടെ സുന്നത്ത് നടത്തുന്നു. മനുഷ്യന്റെ ശരീരത്തിൽ ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ യാതൊരു മാറ്റം വരുത്താൻ പാടില്ല, പൂർണ്ണമാണ് എന്ന് ഖുർആനും ഹദീസും ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ദൈവം ഉണ്ടാക്കി വെച്ച ഒരവയവം ദൈവത്തിന് വേണ്ടിയിട്ട് മുറിച്ച് കുട്ടികളെ വേദനിപ്പിക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നു. ഇതൊക്കെ പ്രാകൃതമായ ബലിയുടെ, രക്തബലിയുടെ ഭാഗമായിട്ടാണ്. ബൈബിൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. പാപ പരിഹാരത്തിന് വേണ്ടി നടത്തുന്ന ബലിയുടെ ഭാഗമായിട്ട് വന്നതാണ് ഈ ലിംഗബലിയൊക്കെ. അതിന്റെ തുടർച്ചയായിട്ട് ജൂതന്മാരിൽ നിന്നും പകർന്നു കിട്ടിയ ആചാരമാണ്. ഇങ്ങനെ നിരവധി ആചാരങ്ങൾ. എന്താണ് മക്കയിലെ ഹജ്ജുമായി ബന്ധപ്പെട്ട് അവിടെ വേറെ നടക്കുന്നത് മൃഗബലി കൂടാതെ? ഇവിടെ ഇസ്ലാമിന്റെ വക്താക്കൾ ഇവിടുത്തെ ഹിന്ദു മതക്കാരുടെ വിഗ്രഹാരാധനയൊക്കെ പരിഹസിക്കാറുണ്ട്. എന്നാൽ ഹിന്ദു മതക്കാർ ചെയ്യുന്ന തിരുപ്പതിയിൽ നടക്കുന്നത്, കൊടുങ്ങല്ലൂരിൽ നടക്കുന്നത്, പഴനി ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ ആചാരങ്ങളും, ആ അമ്പലത്തിന് പ്രദക്ഷിണം വയ്ക്കുക, അവിടെ പോയി തല മുണ്ഡനം ചെയ്യുക, അവിടെ കല്ലിനെ ചുംബിക്കുക, കല്ലിനെ കല്ലെടുത്തെറിയുക, അങ്ങനെയുള്ള എല്ലാ ഏർപ്പാടുകളും അവിടെ നടക്കുന്നു. ഇതെല്ലാം ജാഹിലിയ കാലത്ത്, ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയ കാലത്ത് അവിടെ 300 ചില്ലാനം വിഗ്രഹങ്ങൾ വെച്ച് കൊണ്ട് ആരാധന നടത്തിയിരുന്ന കാലത്ത് ആ കഅബ ക്ഷേത്രത്തിൽ നടന്നിരുന്ന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തന്നെയാണ്. അതിന് യാതൊരു വ്യത്യാസവും വരുത്താതെ ആ ഏർപ്പാടുകളെല്ലാം നിലനിർത്തുകയാണ് ഇസ്ലാം മതം ചെയ്തത്. എന്നിട്ട് മറ്റു മതക്കാർക്ക് വിഗ്രഹാരാധനയുണ്ട് എന്ന് പരിഹസിക്കുകയും ചെയ്യുന്നു. മുസ്ലിങ്ങൾ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല കഅബയുടെ നേരെ തിരിയുന്നത്. മലമൂത്ര വിസർജനം നടത്തുമ്പോൾ പോലും അങ്ങോട്ട് തിരിയാൻ പാടില്ല എന്നാണ് മതനിയമങ്ങളിൽ പറയുന്നത്. നമ്മുടെ ദെയ്യൂബന്ദിലെ ഉത്തരേന്ത്യയിലെ മൗലവിമാര് ഫത്വ നൽകിയത് അരുൺ ഷൂരി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കോട്ട് ചെയ്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. വീടിനകത്ത് ആധുനിക സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു കക്കൂസ് ഫിറ്റ് ചെയ്തപ്പോൾ അതിന്റെ ക്ലോസറ്റ് പടിഞ്ഞാറോട്ടായി പോയി, വീടിനകത്തെ കക്കൂസിൽ. അങ്ങനെ ഈ വീട്ടുടമസ്ഥൻ ഈ മൗലവിമാരെടുത്ത് പോയിട്ട് ഫത്വ ചോദിച്ചു. മൗലവിമാര് പറഞ്ഞത് കക്കൂസിന്റെ ക്ലോസറ്റ് പറിച്ചിട്ട് അതിന്റെ ഡയറക്ഷൻ മാറ്റി ഫിറ്റ് ചെയ്യണമെന്ന്. കാരണം അത് അങ്ങോട്ടായി പോയാൽ, വീട്ടിനകത്താണെങ്കിൽ പോലും അങ്ങോട്ട് തിരിഞ്ഞു പോയാൽ കഅബത്തിന്റെ വിശുദ്ധിക്ക് തകരാം. അങ്ങനെ ലോകത്തുള്ള 600 കോടി മനുഷ്യരും മൂത്രമൊഴിക്കുമ്പോൾ പോലും ഇതിന്റെ പരിശുദ്ധി കാക്കണം എന്ന് പറയുന്ന മതക്കാരാണ് മറ്റേ മതക്കാരൻ വിഗ്രഹത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നതിനെ പരിഹസിക്കുന്നത്. ഇത് ഗോത്രാചാരത്തിന്റെ ഭാഗമാണ്, അന്നത്തെ കാലത്തിന്റെ ഭാഗമാണ്. ഇനി വിവാഹ സമ്പ്രദായങ്ങളിലേക്ക്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നാലോ, ശൈശവ വിവാഹം നിരോധിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ശൈശവ വിവാഹത്തിനെതിരായി നിയമം കൊണ്ടുവരുമ്പോൾ ഇസ്ലാമിക ശരീഅത്തിന്റെ വക്താക്കൾ ബഹളം വെച്ചു. എന്താ കാരണം? ഒരു പെൺകുട്ടി, 6 വയസ്സായ പെൺകുട്ടി 60 വയസ്സായ പുരുഷന് കല്യാണം കഴിക്കാമെന്നാണ് നബിചര്യയുടെ മാതൃക ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശരീഅത്ത് നിയമം പറയുന്നത്. നമ്മൾ പറഞ്ഞത് 18 വയസ്സാവാതെ പെൺകുട്ടിയെ 21 വയസ്സായാതെ ആൺകുട്ടിയെയും കല്യാണം കഴിപ്പിക്കാൻ പാടില്ല. എന്താ പറയാൻ കാരണം? അതൊരു സാമൂഹ്യ പ്രശ്നമാണ്, ആരോഗ്യപരമായ മനഃശാസ്ത്രപരമായ ഒരു സാമൂഹ്യ പ്രശ്നമാണ്, സമൂഹത്തിന്റെ പൊതു ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഒരു കുഞ്ഞിനെ വളർത്താനുള്ള, ഗർഭം ധരിക്കാനുള്ള ശാരീരികവും മാനസികവുമായ വളർച്ചയും പക്വതയും എത്തിയിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയെ വിവാഹിതയാവുകയും കൗമാരപ്രായത്തിൽ അവള് ഗർഭം ധരിക്കാനും കുട്ടികൾ വളർത്താനും ഇടയാവുകയും ചെയ്താൽ അത് അവളുടെ മാത്രമല്ല, അവൾ ജനിപ്പിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അതുവഴി സമൂഹത്തിന്റെ മൊത്തം ആരോഗ്യത്തെ, ധാർമ്മികതയും ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ അത്തരം നിയമങ്ങൾ ഉണ്ടാക്കിയത്. അതിന് ഇന്നും മതത്തിന്റെ ആളുകൾ, നമുക്കറിയാം ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കലാപം നടക്കുമ്പോൾ, ഗുജറാത്ത് കത്തിയെരിയുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ ലോ ബോർഡിന്റെ ആൾക്കാർ ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയിട്ട് ആവശ്യപ്പെട്ടത് എന്താണെന്നറിയോ? ഈ വിവാഹപ്രായ പരിധി നിയമത്തിന്റെ പരിധിയിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കി തരണം എന്നാണ്. ഗുജറാത്തിലെ തീയണക്കണമെന്നല്ല പറഞ്ഞത്. മുസ്ലിങ്ങളെ 12 വയസ്സിലും 6 വയസ്സിലും കല്യാണം കഴിക്കാൻ അനുവദിക്കണം, ഈ നിയമം അതിന് തടസ്സമാണ് എന്നാണ് ശരീഅത്തുവാദികൾ പറഞ്ഞത്.
ഈ രീതിയിൽ പ്രാകൃത നിയമങ്ങൾക്ക് വേണ്ടി ഈ പരിഷ്കൃത സമൂഹത്തിൽ വാദങ്ങൾ ഉന്നയിക്കാൻ മനുഷ്യർക്ക് സാധിക്കുന്നത് അവരുടെയൊക്കെ തലച്ചോറുകളും ചിന്താശക്തികളും ഈ മതത്തിന്റെ അന്ധമായ വിശ്വാസത്തിന് കീഴ്പ്പെട്ട് കഴിയുന്നതുകൊണ്ടാണ്, സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അതുപോലെ ബഹുഭാര്യത്വം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഒരുപാട് ന്യായീകരണങ്ങൾ മതത്തിന്റെ ആളുകൾ അതിന് പറയുന്നു. ഒരു പുരുഷന് 4 സ്ത്രീകളെ വിവാഹം ചെയ്യാമെന്നാണ് പറയുന്നത്. എന്നാൽ ഒരു സ്ത്രീക്ക്, ആ 4 സ്ത്രീകളിൽ ഒരു സ്ത്രീക്ക് പോലും വേറെ പുരുഷനെ വിവാഹം ചെയ്യാൻ പാടില്ല. അതിന് പുരുഷന്റേതായ ഒരുപാട് പ്രശ്നങ്ങൾ ന്യായീകരണമായിട്ട് പറയുന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് തുല്യനീതി നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾ വിവാഹം ചെയ്യുക ഒന്നിലധികം എന്നാണ് ഖുർആൻ പറയുന്നത്. പക്ഷെ നീതി ആണോ പുലർത്തുന്നത്, അല്ലെങ്കിൽ തുല്യനീതിയാണോ നീതിയാണോ എന്നൊക്കെ നിശ്ചയിക്കാനുള്ള കോടതിയും ഈ പ്രതി തന്നെയാണെന്നുള്ളതാണ്. വേറെ ആരും അവിടെ ഇടപെടുന്നില്ല. മതവും മതനിയമവും ഇവർ നീതി പുലർത്തുന്നുണ്ടോ നോക്കാൻ വരുന്നില്ല. എങ്ങനെ നീതിയാവുന്നത്? കാരണം എനിക്ക് 4 ഭാര്യമാരുണ്ടെങ്കിൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് ഞാൻ ഈ ഭാര്യമാരെ ഊഴമിട്ടിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. തിങ്കളാഴ്ച ഒരു ഭാര്യ, ചൊവ്വാഴ്ച അടുത്ത ഭാര്യ, ബുധനാഴ്ച അടുത്ത ഭാര്യ, വ്യാഴാഴ്ച അതിൻ്റെ മറ്റേ അടുത്ത ഭാര്യ, അങ്ങനെ 4 ദിവസങ്ങളായിട്ട് ഇടവിട്ടിട്ട് വേണം, ഊഴമിട്ടിട്ട് വേണം ഈ ഭാര്യമാരെ കൂടെ കഴിയാൻ. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച ഭാര്യ, ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ വിധവയായിട്ട് അല്ലെങ്കിൽ ഭർത്താവില്ലാത്തവളായിട്ട് അപ്പുറത്ത് ഒറ്റയ്ക്ക് കിടക്കണം. ഇവിടെ എങ്ങനെയാണ് നീതി തുല്യമാവുക? അവൾക്ക് വേറെ ഭർത്താവ് വേണ്ടേ ആ സമയത്ത്? ഇവൾക്ക് എത്ര ഭാര്യയുള്ളത്? ഇവൾക്ക് എത്ര ഭർത്താവാണ് ഉള്ളത്? ഒരാൾക്ക് 4 ഭാര്യമാരുണ്ടെങ്കിൽ ആ ഭാര്യമാരിൽ ഒരാൾക്ക് 4-1 ഭർത്താവേ ഉള്ളൂ. കാരണം അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസമേ ഭർത്താവിനെ കിട്ടുന്നുള്ളൂ. അവിടെ നീതിയുടെ പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല, പിന്നെന്ത് തുല്യനീതി? പക്ഷെ ഇതൊക്കെ പുരുഷാധിപത്യത്തിന്റെ കാലഘട്ടത്തിലെ ഗോത്ര നിയമങ്ങൾ. അതുപോലുള്ള നിരവധി സമ്പ്രദായങ്ങൾ. മുലകുടി സമ്പ്രദായം നമുക്ക് കേട്ടാൽ വിചിത്രമെന്ന് തോന്നും. നമ്മുടെ നാട്ടിലൊന്നും നടപ്പില്ല, ഇസ്ലാമിലുണ്ട്. എന്താണ്? ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ പ്രസവിച്ച അമ്മ ആണ് സാധാരണഗതിയിൽ മുലയൂട്ടി കുട്ടിയെ വളർത്തുക നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബ സംവിധാനത്തിൽ. പക്ഷെ ഇസ്ലാമിൽ കുടുംബം എന്ന ഒരു സങ്കല്പമേ ഇല്ല. നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇപ്പൊ ഭദ്രകുടുംബം എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തുകയാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പയിനൊക്കെ നടത്തുന്നത്. യഥാർത്ഥ മത നിയമങ്ങളെയും യഥാർത്ഥ മതത്തെയും ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ട് പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പയിനുകളൊക്കെ നടത്തുന്നത്. ഇസ്ലാമിൽ കുടുംബം എന്ന സങ്കല്പമേ ഇല്ല. കാരണം എന്താ കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, മക്കള്, അവരൊരുമിച്ച് ഒരു കുടുംബത്തിൽ ഒരു വീട്ടിൽ കഴിയുക, ഈ മക്കളെ ഈ ഭാര്യയും ഭർത്താവും കൂടെ സ്നേഹിച്ച് വളർത്തുക. ഇതാണ് നമ്മുടെ ആധുനിക കുടുംബ സങ്കല്പം. അവിടെ മുല കൊടുക്കാൻ വേറെ സ്ത്രീ വരുന്ന പ്രശ്നം വരുന്നില്ല. പക്ഷെ ഇസ്ലാമിൽ പറയുന്നത് ഒരു കുട്ടി ജനിച്ചാൽ അവൾക്ക് മുല കൊടുക്കുന്നവരൊക്കെ കുട്ടിയുടെ അമ്മയാണ്. മുഹമ്മദ് നബിയുടെ ചരിത്രം ഞാൻ വായിച്ചു നോക്കി. അദ്ദേഹത്തിന് 10-13 സ്ത്രീകൾ മുല കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രസവിച്ച മാതാവ് ആമിന പ്രസവിച്ചതിന്റെ 3-ാം ദിവസം ഈ കുട്ടിയെ ഉപേക്ഷിച്ചു. എന്നിട്ട് അച്ഛനെ ഏൽപ്പിച്ചു. അച്ഛൻ കുറെ വാടക സ്ത്രീകളെ, ഈ ബദവി സ്ത്രീകളെ, മുല കൊടുക്കാനായിട്ട് നടക്കുന്ന ബദവി സ്ത്രീകളുണ്ട്, അവരെ ഏൽപ്പിച്ചു. അവരിങ്ങനെ കൈമാറി മുല കൊടുത്താണ് ഈ കുട്ടിയെ വളർത്തിയത് എന്ന് പറയുന്നത് ചരിത്രം പറയുന്നത്. ഞാൻ അതിന്റെ കാരണം പരിശോധിച്ചു. കാരണം നമ്മുടെ ചരിത്രകാരന്മാരൊക്കെ വളച്ചൊടിക്കുകയാണ്. അവർ പറയുന്നത് ആ കുലീന കുടുംബങ്ങളിൽ അങ്ങനെ പതിവുണ്ടായിരുന്നു, കുലീനതക്ക് തടസ്സമാണ് കുട്ടിക്ക് മുല കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ കുലീനതയല്ല പ്രശ്നം. അന്നത്തെ കുടുംബ ബന്ധങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ കുടുംബമില്ല. അന്നത്തെ ലൈംഗിക ബന്ധങ്ങൾ, അന്ന് വാടകയ്ക്ക് പ്രസവിക്കുകയും വാടകയ്ക്ക് മുലയൂട്ടുകയും ചെയ്യുന്ന ഗോത്ര നാടോടി സംസ്കാരമാണ്. മുഹമ്മദ് നബിയുടെ വാപ്പ അബ്ദുള്ളയും മുഹമ്മദ് നബിയുടെ ഉമ്മ ആമിനയും തമ്മിൽ ഒരു കുടുംബമായി ജീവിച്ചതിന് ഇസ്ലാം ചരിത്രത്തിൽ തെളിവ് കാണാനില്ല. ആ കാലത്ത് ഇന്നത്തെ പോലെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് ഒരു കുടുംബത്തിൽ സ്ഥിരമായി വസിക്കുക എന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. അറബികളായ ആളുകൾ നാടോടികളായിരുന്നു. അവർ കച്ചവട ആവശ്യത്തിനും മറ്റു പല ആവശ്യങ്ങൾക്കുമായി നിരന്തരം യാത്ര ചെയ്യുന്നവരാണ്. ആ യാത്രക്കിടയിൽ അവർ എത്തിപ്പെടുന്ന ഇടത്താവളങ്ങളിലൊക്കെ താൽക്കാലികമായ കരാറുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ സ്ത്രീകളുമായി ബന്ധപ്പെടുമായിരുന്നു. തുച്ഛമായ പ്രതിഫലം നൽകിക്കൊണ്ട് അത്തരത്തിൽ ബന്ധപ്പെടുകയും 1-2 ദിവസം മാത്രം ഉള്ള നീണ്ടു നിൽക്കുന്ന ആ കരാറടിസ്ഥാനത്തിലുള്ള ലൈംഗിക ബന്ധത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കുകയാണെങ്കിൽ
ആ കുഞ്ഞിനെ പ്രസവിക്കുന്നതോടുകൂടി ഈ അമ്മമാര് കുഞ്ഞിനെ അച്ഛന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. കാരണം കുഞ്ഞിന്റെ അവകാശി അച്ഛനാണ്. ആ അച്ഛന്മാർ ഈ കുഞ്ഞിനെ ഏറ്റെടുത്തുകൊണ്ട് പിന്നെ ഈ വാടകയ്ക്ക് മുല കൂട്ടുന്ന സ്ത്രീകളെ ഏൽപ്പിച്ച് അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തിയിരുന്നത്. ഈ സമ്പ്രദായത്തിന് മുത്തുക എന്നാണ് പേര് പറയുന്നത്. ഇത് ഖുർആനിൽ തന്നെ 4-ാം അധ്യായത്തിൽ അന്നിസാ എന്ന അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഖുർആനിൽ തന്നെ 4-ാം അധ്യായത്തിൽ അന്നിസാ എന്ന അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു സ്ത്രീയെ ധനം കൊണ്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവളുമായി ഒരു കരാറുണ്ടാക്കി നിങ്ങൾക്ക് ബന്ധപ്പെടാമെന്നും അങ്ങനെ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ കരാറ് പ്രകാരമുള്ള പ്രതിഫലം അവർക്ക് കൊടുക്കാമെന്നുമാണ് പറയുന്നത്. ഹദീസുകളിൽ പറയുന്നത് ഒരു പിടി കാരക്കയോ ഒരു പിടി ഗോതമ്പ് മാവോ പ്രതിഫലം നൽകി. നബിയുടെ കാലത്തും തുടർന്ന് അബൂബക്കറിന്റെ കാലത്തുമൊക്കെ ഞങ്ങൾ ഇത്തരത്തിലുള്ള മുത്തുആ ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്ന് ഇബ്നു അബ്ബാസിനെ പോലുള്ളവരെ ഉദ്ധരിച്ചുകൊണ്ട് ഹദീസ് ഗ്രന്ഥങ്ങൾ പറയുന്നു. ഈ സമ്പ്രദായത്തിന് അംഗീകാരം നൽകുന്ന നിയമം ഇന്ത്യയിലെ മുസ്ലിം ശരീഅത്ത് ആക്ടിൽ പോലും നിലനിൽക്കുന്നു. പക്ഷെ അത് ഷിയാക്കൾക്ക് വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഷിയാക്കളാണോ അല്ലേ എന്നുള്ളതൊന്നും പരിശോധിക്കാൻ നമ്മുടെ രാജ്യത്തൊരു സംവിധാനമില്ല. ഇതനുസരിച്ചാണ് ഹൈദരാബാദിലും നമ്മുടെ കോഴിക്കോട്ടൊക്കെ മുൻകാലങ്ങളിൽ അറബികൾ വന്നിട്ട് താൽക്കാലിക കല്യാണങ്ങൾ നടത്തി തിരിച്ചു പോയിരുന്നത്. ഇന്ന് ആ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ വലിയ എതിർപ്പിനെ തുടർന്ന് അങ്ങനെ നടക്കുന്നില്ല. ഈ സമ്പ്രദായം ഷിയാക്കളുടെ ഇടയിൽ ഇന്നും നിയമപരമായി നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, ഷിയാക്കളും സുന്നികളും തമ്മിലുള്ള വലിയൊരു തർക്ക വിഷയമാണ് മുത്തുആ. അത് സംബന്ധമായ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ ഇസ്ലാമികമായ രേഖകൾ പരിശോധിച്ചാൽ ഷിയാക്കളുടെ വാദമാണ് ശരിയെന്ന് കാണാൻ കഴിയും. കാരണം ഷിയാക്കൾ പറയുന്നത് അള്ളാഹു അനുവദിച്ച ഒരു നിയമം നബിക്ക് പോലും നിരോധിക്കാൻ അവകാശമില്ല എന്നാണ്. നബി നിരോധിച്ചു എന്ന ഹദീസിന്റെ പേരിലാണ് മുത്തുആക്കെതിരായി സുന്നികൾ പറയുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ നിയമം അള്ളാഹു തന്നെ റദ്ദ് ചെയ്യേണ്ടതുണ്ട്. ഖുർആനിൽ പക്ഷേ മുത്തുആ റദ്ദ് ചെയ്യുന്നതായിട്ടൊരായത്ത് കാണാനില്ല. അതുകൊണ്ട് ഷിയാക്കൾ പറയുന്നതിലാണ് ന്യായം എന്ന് തോന്നുന്നു. ഇസ്ലാമിക നിയമം അനുസരിച്ച് അങ്ങനെ താൽക്കാലിക ബന്ധങ്ങളിൽ കുഞ്ഞുങ്ങൾ ജനിക്കുകയും ആ കുഞ്ഞുങ്ങളെ വാടക സ്ത്രീകൾ മാറി മാറി മുലയൂട്ടി വളർത്തുകയും ചെയ്യുന്ന സമ്പ്രദായത്തെ, അതുപോലെ തന്നെ ഈ മുത്തുആ എന്ന് പറയുന്ന താൽക്കാലിക വിവാഹ സമ്പ്രദായത്തെയൊക്കെ ശരിവെക്കുന്ന ശരീഅത്ത് നിയമം ആധുനിക കാലത്തെ പരിഷ്കൃത മനുഷ്യന് യോജിച്ചതാണോ? മാത്രമല്ല, ലൈംഗികതയാണല്ലോ ശരി സദാചാരത്തിന്റെ ഏറ്റവും പ്രധാന കാര്യമായിട്ട് മതക്കാർ പറയുന്നത്. ലൈംഗിക ബന്ധങ്ങൾ ആരുമായൊക്കെ ആവാം എന്നതിന്റെ ശരീഅത്ത് നിയമം പരിശോധിച്ചാൽ ഈ സദാചാരത്തെക്കുറിച്ച് മതവക്താക്കൾ പറയുന്ന എല്ലാ വാദഗതികളും അടിസ്ഥാനരഹിതമാണ് എന്ന് മനസ്സിലാവും. കാരണം ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെയുള്ള ലൈംഗികത മാത്രമാണ് സദാചാരം എന്നാണ് ആധുനിക പരിഷ്കൃത മനുഷ്യർ കരുതുന്നതെങ്കിൽ ഇസ്ലാമിക ശരീഅത്തിൽ അങ്ങനെയല്ല. ഒരു പുരുഷന് ഒരേ സമയം 4 ഭാര്യമാർ എന്ന നിലക്ക് 4 സ്ത്രീകളുമായി ബന്ധപ്പെടാമെന്ന് മാത്രമല്ല, ആ 4 ഭാര്യമാരുള്ളവർക്ക് ഇതിനു പുറമെ ഇതുപോലെ കച്ചവടത്തിനും മറ്റും പോകുമ്പോൾ ഇടത്താവളങ്ങളിൽ മുത്തുആ ബന്ധങ്ങളാവാം, താൽക്കാലിക ബന്ധങ്ങളാവാം. തീർന്നില്ല, അടിമ സ്ത്രീകളെ യജമാനന്മാർക്ക് യഥേഷ്ടം കൈവശം വെക്കുകയും അവരുമായി ലൈംഗിക ബന്ധം പുലർത്തുകയും ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല, തനിക്കൊരാക്ഷേപവുമില്ല എന്നാണ് ഖുർആനിലെ ദൈവം പറയുന്നത്. അതിന് പരിധി നിശ്ചയിച്ചിട്ടുമില്ല. 4 ഭാര്യമാരെ ഒരാൾക്ക് ഒരേ സമയത്ത് ആകാമെങ്കിൽ പക്ഷേ 40,000 40,000 അടിമ സ്ത്രീകളെ വെപ്പാട്ടികളായി ഒരാൾക്ക് കൈവശം വെക്കുന്നതിൽ ഇസ്ലാമിക നിയമം തടസ്സമല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രത്തിൽ പോലും ധാരാളം അടിമ സ്ത്രീകളെ വെപ്പാട്ടികളായി ഭോഗിച്ചിരുന്നു എന്ന് കാണുന്നു. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച അന്നിസാ 24-ാം വാക്യത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അടിമ സ്ത്രീകൾ ഭർത്തൃമതികളാണെങ്കിൽ പോലും അവളെ ഭോഗിക്കാനുള്ള അവകാശം അവരുടെ യജമാനന്മാർക്കാണ്. അടിമ സ്ത്രീക്ക് ഭർത്താവുണ്ടെങ്കിലും അവളെ ഭോഗിക്കേണ്ടത് യജമാനനാണ് എന്ന് പറയുന്ന നിയമം ഏതു കാലഘട്ടത്തിലെ നിയമമാണ്, ഏത് ഗോത്ര കാലഘട്ടത്തിലെ നിയമമാണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക. ദൈവമാണ് ഈ നിയമം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ ആ ദൈവം ഏത് കാലഘട്ടത്തിന്റെ സദാചാരത്തെയാണ് ഉൾക്കൊള്ളുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഞാൻ ആദ്യമായി ഖുർആൻ വായിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽ ഈ വാചകമാണ് എൻ്റെ ചിന്തയിൽ മാറ്റമുണ്ടാക്കിയത്. ആദ്യത്തെ ഖുർആൻ വാക്യം, അടിമ സ്ത്രീകളെ യജമാനന്മാർക്ക് ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കാമെന്നും
ഈ അടിമ സ്ത്രീക്ക് ഭർത്താവുണ്ടെങ്കിൽ പോലും അവളെ യജമാനനാണ് അവളെ ഭോഗിക്കാനുള്ള അധികാരമെന്നും പറയുന്ന ഒരു നിയമം ഒരു ദൈവിക ഗ്രന്ഥത്തിൽ വായിക്കാനിടയാവുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് ഉൾക്കൊള്ളാൻ എന്റെ നീതിബോധം എന്നെ അനുവദിച്ചില്ല. അവിടെ വെച്ചാണ് എന്റെ മതവിശ്വാസം തന്നെ നഷ്ടപ്പെടുന്നത്. ഇവിടെ പറഞ്ഞല്ലോ ആരോപണം യുക്തിവാദികൾ സദാചാരം ഇല്ലാത്തവരാണ് എന്ന്. എന്റെ ഉയർന്ന സദാചാര ബോധമാണ് എന്നെ മതത്തിനെതിരായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം മനുഷ്യനെ അടിമകളാക്കി കച്ചവടം ചെയ്യുകയും ക്രയവിക്രയം ചെയ്യുകയും അടിമകളെ ചന്തയിൽ വിൽക്കുക, അടിമകളെ വാങ്ങുക, അടിമകളെ മർദ്ദിക്കുക, അങ്ങനെ മനുഷ്യനെ അടിമകളാക്കി വെക്കുക എന്നത് മനുഷ്യനോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തിന്മയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലും വലിയൊരു തിന്മ മനുഷ്യന് ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. കാരണം മനുഷ്യനും തമ്മിലുള്ള സാമൂഹിക ബന്ധങ്ങളെയാണ് സദാചാരത്തിന്റെയും ധാർമ്മികതയുടെയും ഒക്കെ അടിസ്ഥാന മാനദണ്ഡമായി കാണുന്നതെങ്കിൽ അടിമത്വത്തിനേക്കാൾ വലിയൊരു തിന്മ വരാനില്ല. ആ തിന്മയെയും അതിന്റെ ലൈംഗിക ചൂഷണം പോലുള്ള ഏറ്റവും നികൃഷ്ടമായ ധാർമ്മികതകളെയും യാതൊരു സങ്കോചവുമില്ലാതെ ന്യായീകരിക്കുന്ന ഒരു മതഗ്രന്ഥം തീർച്ചയായും ദൈവത്തിൻ്റെതാവാൻ ഇടയില്ല. മറിച്ച് ആ ഗ്രന്ഥം എഴുതപ്പെട്ട കാലഘട്ടത്തിലെ മനുഷ്യന്റെ നീതിബോധമാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. അടിമകൾക്കും ഉടമകൾക്കും വെവ്വേറെ നിയമങ്ങളാണ് ശരീഅത്ത് നിയമത്തിൽ. ഇവിടെ നമ്മുടെ നാട്ടിൽ വലിയ കോലാഹലം ഉണ്ടാക്കി നടക്കുന്നല്ലോ പർദ്ദ, സ്ത്രീകളുടെ വസ്ത്രധാരണം സംബന്ധിച്ച്. ഇസ്ലാമിക ശരീഅത്തിലെ എല്ലാ സ്ത്രീകളും പർദ്ദ ധരിക്കണമെന്നില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിക ശരീഅത്തിൽ ഒരുപാട് സ്ത്രീകൾ അവരുടെ അരക്കെട്ട് മാത്രം മറച്ചാൽ മതി എന്നാണ് പറയുന്നത്. അടിമ സ്ത്രീകൾ. മദ്രസയിൽ പഠിപ്പിക്കുന്ന പുസ്തകത്തിൽ പോലും പറയുന്നത് അടിമ സ്ത്രീയുടെ ഔറത്ത് മുട്ടിനും പൊക്കിളിനും ഇടയിലുള്ള ഭാഗം മാത്രമാണ്, സ്വതന്ത്ര സ്ത്രീയുടെ ഔറത്താണ് മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ. എന്ന് വെച്ചാൽ സ്വതന്ത്രരായ സ്ത്രീകൾ മാത്രമേ പർദ്ദ ധരിക്കേണ്ടതുള്ളൂ, അടിമ സ്ത്രീകൾ മാറുപോലും മറക്കേണ്ടതില്ല എന്നാണ്. ഒരു അടിമ സ്ത്രീ നിസ്കരിക്കുകയാണെങ്കിൽ പോലും മാറു മറക്കേണ്ട എന്ന് പറയുന്ന സദാചാര നിയമം ഏത് കാലഘട്ടത്തിൻ്റെതാണ്? വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, വിവാഹത്തിന്റെ കാര്യത്തിൽ അടിമയ്ക്ക് 4 ഭാര്യമാര് ഹറാമാണ്, അടിമയ്ക്ക് 3 തലാഖ് ഹറാമാണ്. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലും അടിമയ്ക്ക് വോട്ടവകാശമില്ല, അടിമയ്ക്ക് ഭരണകാര്യങ്ങളിലോ പൊതുകാര്യങ്ങളിലോ യാതൊരു അവകാശമില്ല, ഒരു കോടതിയിൽ പോയി സാക്ഷി പറയാനുള്ള അവകാശമില്ല അടിമയ്ക്ക്. കാരണം അടിമ ഒരു വ്യക്തിത്വമില്ലാത്ത ഒരു യന്ത്രം മാത്രമാണ്. ഇതേപോലെ തന്നെ സ്ത്രീകളുടെ സാക്ഷ്യം കോടതിയിൽ സ്വീകരിക്കാൻ പാടില്ല, സ്വീകരിച്ചാൽ തന്നെ അത് പുരുഷന്റെ പകുതിയായി സ്വീകരിക്കണമെന്ന് പറയുന്നു. അപ്പൊ സ്ത്രീകള്, അടിമകൾ, അതുപോലെ മുസ്ലിങ്ങളല്ലാത്തവരുടെയും സാക്ഷ്യം സ്വീകരിക്കാൻ പാടില്ല കോടതിയിൽ. അവരൊന്നും ഈ ഇസ്ലാമിക ഭരണഘടനയ്ക്ക് കീഴിൽ പൗരത്വമോ അവകാശമോ ഉള്ള പൗരന്മാരല്ല. എല്ലാ ഇസ്ലാമിക രാജ്യങ്ങൾ പരിശോധിച്ചാലും നമുക്കത് കാണാൻ കഴിയും. പാകിസ്ഥാനിലെ അമുസ്ലിങ്ങൾക്ക് അവിടെ വോട്ടവകാശമില്ല, അവർക്ക് അവിടെ കോടതിയിൽ സാക്ഷി പറയാൻ മറ്റേപോലെ അവകാശങ്ങളില്ല, പല നിയമങ്ങളിലും അവർക്ക് അവകാശങ്ങളില്ല. സൗദി അറേബ്യയിൽ മറ്റൊരു മതക്കാർക്ക് താമസിക്കാൻ പോലും പാടില്ല, മക്കയിലൊക്കെ അവർക്ക് ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യമില്ല, അങ്ങനെ മതസ്വാതന്ത്ര്യം പോലും അനുവദിക്കാൻ പാടില്ല. ഇങ്ങനെ മതവിശ്വാസത്തിന്റെ പേരിൽ, അടിമ ഉടമാ വ്യവസ്ഥയുടെ പേരിൽ, ലിംഗഭേദത്തിന്റെ പേരിൽ ഒക്കെ ഏറ്റവും മൗലികമായ മനുഷ്യാവകാശങ്ങളെ നിഷേധിക്കുന്ന ഗോത്ര നിയമസംഹിതയാണ് ഇസ്ലാമിക ശരീഅത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. ഖുർആനിലെ വിചിത്രമായ മറ്റൊരു ഗോത്ര നിയമം ഞാൻ വായിക്കാം. ഹേ വിശ്വസിച്ചവരെ, കൊല്ലപ്പെട്ടവരുടെ വിഷയത്തിൽ പ്രതികാരം ചെയ്യൽ നിങ്ങളുടെ മേൽ നിയമമാക്കിയിരിക്കുന്നു. അതായത് സ്വതന്ത്രനും അടിമയ്ക്ക് അടിമയും സ്ത്രീക്ക് സ്ത്രീയും എന്ന നിലയ്ക്ക്. ഇത് 2-ാം അധ്യായത്തിലെ 178-ാം വാക്യമാണ്. അതായത് കൊലപാതകത്തിന് പ്രതിക്രിയ ചെയ്യൽ നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു, അടിമയ്ക്ക് അടിമയും സ്വതന്ത്രനും സ്ത്രീക്ക് സ്ത്രീയും എന്ന നിലക്ക്. ഈ വാക്യത്തിന് ഖുർആൻ മുഫസ്സിറുകൾ, ഖുർആന്റെ വ്യാഖ്യാതാക്കള് വിശദീകരണം നൽകിയിട്ടുണ്ട്. മൗദൂദി ഒരു വിശദീകരണവും നൽകാതെ രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ മറ്റു പണ്ഡിതന്മാരുടെ വിശദീകരണം വായിക്കാൻ കിട്ടും. അത് പറയുന്നത്, ഒരു കുടുംബത്തിലെ അല്ലെങ്കിൽ ഒരു ഗോത്രത്തിലെ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടാൽ ആ കൊല്ലപ്പെട്ട സ്ത്രീക്ക് പകരം കൊല ചെയ്തവന്റെ കുടുംബത്തിലെ തുല്യമൂല്യമുള്ള മറ്റൊരു സ്ത്രീയെ പകരം കൊല്ലണമെന്നാണ്.
ഒരു അടിമയാണ് കൊല്ലപ്പെട്ടതെങ്കിൽ കൊന്നത് സ്വതന്ത്രനാണെങ്കിൽ പോലും ആ അടിമയ്ക്ക് പകരം ആ കൊന്നവന്റെ വീട്ടിലെ വേലക്കാരനെ അല്ലെങ്കിൽ അടിമയെ പിടിച്ചു കൊല്ലണമെന്നാണ്. ഒരടിമ വന്നിട്ട് സ്വതന്ത്രനെയാണ് കൊന്നതെങ്കിൽ ആ കൊല്ലപ്പെട്ടത് സ്വതന്ത്രനാണെങ്കിൽ കൊന്ന അടിമയുടെ യജമാനനെ പോയി കൊല്ലണമെന്നാണ്. എന്റെ കുട്ടിയെയാണ് മറ്റൊരാൾ വന്ന് കൊല ചെയ്തതെങ്കിൽ തുല്യപ്രായവും തുല്യമൂല്യവുമുള്ള ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടി, പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി. കുട്ടിയെയാണ് മറ്റൊരാൾ വന്ന് കൊല ചെയ്തതെങ്കിൽ തുല്യപ്രായവും തുല്യമൂല്യവുമുള്ള ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടി, പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി. ഞാൻ ആ കൊലയാളിയുടെ വീട്ടിൽ പോയിട്ട് അയാളുടെ കുട്ടിയെ കൊല്ലണം എന്നാണ് ഖുർആനിലെ ഈ പ്രതികാര നിയമം. ഈ നിയമത്തെക്കുറിച്ച് ഇന്ന് മുസ്ലിങ്ങളാരും ലോകത്ത് എവിടെയും ചർച്ച ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ നിയമം ഉണ്ടോ എന്നും അറിയില്ല. പക്ഷെ ഖുർആനിൽ ഈ നിയമമുണ്ട്. കാരണം 7-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ഗോത്ര സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമം അതാണ്. മനുഷ്യനെ മൂല്യമുള്ള ഒരു വസ്തുവായി കണക്കാക്കി ഒരു ഗോത്രത്തിന് കൊലപാതകത്തിലൂടെ നഷ്ടപ്പെടുന്നത് എന്താണോ തുല്യ നഷ്ടമുള്ള മറ്റൊരു വ്യക്തിയെ കൊലയാളിയുടെ ഗോത്രത്തിൽ നഷ്ടം വരുത്തുക എന്നതാണത്രേ ഇതിന്റെ യുക്തി. മറ്റൊരു യുക്തി പറയുന്നത് അങ്ങനെ കൊന്നെങ്കിലേ ഈ കൊലയാളിക്ക് കൊല്ലപ്പെട്ടവന്റെ വികാരം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ എന്നാണ്. ഇതിന്റെ യുക്തി നിങ്ങളൊന്ന് ആ ഒരു മനുഷ്യാവകാശത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു മനുഷ്യത്വപരമായ ചിന്ത വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിന്റെ യുക്തി ഒന്ന് പരിശോധിക്കുക. എന്റെ ഭാര്യയെ മറ്റൊരാൾ വന്ന് കൊല ചെയ്താൽ ആ കൊലയാളി ആരോ ആവട്ടെ, ഞാൻ അയാളുടെ ഭാര്യയെ പകരം പോയി കൊല്ലണം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അയാൾക്ക് അയാളെ ഭാര്യ കൊല്ലപ്പെട്ട് കിട്ടിയാൽ മതി എന്നാവും വിചാരം. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് തുല്യ ദുഃഖം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ വേറെ പെണ്ണ് കെട്ടാൻ സൗകര്യമായി എന്ന് വിചാരിക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ സൗകര്യമായി അയാൾ വേറെ ആരുടെയെങ്കിലും ഭാര്യനെ പോയി കൊന്നാൽ മതി, പകരം അയാളെ ഭാര്യ കൊല്ലപ്പെട്ട് കിട്ടും. തുല്യ നഷ്ടം വരുത്തുന്നതിന് വേണ്ടി കൊല ചെയ്യപ്പെടണം എന്ന് പറയുന്ന സ്ത്രീ അല്ലെങ്കിൽ അടിമ അല്ലെങ്കിൽ കുട്ടി അല്ലെങ്കിൽ സ്വതന്ത്രൻ നിരപരാധിയായ ഈ മനുഷ്യൻ എന്തിനു വേണ്ടി കൊല്ലപ്പെടണം? അയാൾ എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിൽ കൊല്ലപ്പെടണം? അയാൾക്ക് അല്ലെങ്കിൽ ഈ കൊല ചെയ്യപ്പെടുന്നതിന് അയാൾക്ക് പിന്നെ ഇവിടുന്ന് നീതി കിട്ടുക? ലോകത്ത് സാമാന്യ ബുദ്ധിയുള്ള സാമാന്യ മനുഷ്യത്വമുള്ള ആരെങ്കിലും ഇത്തരം ഒരു നിയമത്തെ അംഗീകരിക്കും? പക്ഷെ അന്നത്തെ ഗോത്ര നിയമം അതാണ്. കാരണം ഗോത്രങ്ങളിൽ തമ്മിലുള്ള ഒരു ബന്ധം അതായിരുന്നു. ഒരു ഗോത്രത്തിന് ഒരു നഷ്ടം വന്നാൽ പകരം അതേ നഷ്ടം ഉണ്ടാകുക. അതിന്റെ ഭാഗം തന്നെയാണ് ഈ കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, പല്ലിന് പല്ല് എന്ന് പറയുന്ന നിയമങ്ങൾ. അതുതന്നെയാണ് നൗഷാദിന്റെ കണ്ണ് കളയാനുള്ള യുക്തി. ഇത്തരത്തിലുള്ള ഗോത്ര ആചാരങ്ങളാണ് ദൈവത്തിന്റെ നിയമം എന്ന പേരിൽ എഴുതി വച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മനുഷ്യന് ആവശ്യമുള്ള നിയമങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, അതുകൊണ്ട് ദൈവം ആവശ്യമുള്ള നിയമങ്ങൾ ഉണ്ടാക്കി തരുമെന്ന് പറയുന്ന എന്ന് യുക്തി അവതരിപ്പിക്കുന്ന മത മൗലികവാദികൾ ഈ മതനിയമങ്ങളെ യുക്തിപരമായി പരിശോധിക്കാൻ തയ്യാറാവണം എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിലെ ഇന്ന് മനുഷ്യനെക്കുറിച്ചൊക്കെയുള്ള സങ്കല്പങ്ങൾ, മനുഷ്യാവകാശങ്ങളെക്കുറിച്ചൊക്കെയുള്ള സങ്കല്പങ്ങൾ, ജനാധിപത്യത്തെക്കുറിച്ച്, മതനിരപേക്ഷതയെക്കുറിച്ച്, സ്ത്രീ പുരുഷ സമത്വം, ലിംഗനീതി തുടങ്ങിയിട്ടുള്ള ആധുനിക മൂല്യസങ്കല്പങ്ങളെക്കുറിച്ചൊക്കെയുള്ള ആധുനിക മനുഷ്യന്റെ സങ്കല്പങ്ങൾ ഈ ഗോത്ര നിയമങ്ങളുടെ കാലഘട്ടത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗോത്ര നിയമങ്ങൾക്ക് മേൽ മതത്തിന്റെ പേരിൽ അടയിരിക്കുന്ന മതമൗലികവാദികൾ ഇന്ന് വളരെയേറെ പ്രതിസന്ധികളെ നേരിടുന്നുണ്ട്. കാരണം ഇതിനൊന്നും മറുപടി പറയാൻ അവർക്ക് സാധ്യമാകുന്നില്ല. ദൈവമുണ്ടാക്കിയാലേ മനുഷ്യന് നിയമം ഉണ്ടാക്കാൻ മനുഷ്യർക്ക് ആവശ്യമുള്ള നിയമം ഉണ്ടാകൂ എന്ന് വാദിക്കുന്നവർ മറ്റൊരു ന്യായം കൂടെ പറയുന്നുണ്ട്. ഈ 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി, അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ മരണശേഷം പിന്നെ മനുഷ്യർക്ക് ആവശ്യമുള്ള നിയമങ്ങളൊക്കെ മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയാൽ മതി എന്നാണ്. അപ്പോൾ ഈ ആധുനിക മനുഷ്യന്റെ ജീവിതം വളരെ സങ്കീർണമാണ്. ഇന്നത്തെ നിയമങ്ങളൊക്കെ വളരെ സങ്കീർണമാണ്. ഈ സങ്കീർണമായ നിയമങ്ങളൊക്കെ ഉണ്ടാക്കാൻ മനുഷ്യന് അവന്റെ യുക്തി തന്നെ ഉപയോഗിക്കല്ല, വേറെ നിവൃത്തിയില്ല. കാരണം അള്ളാഹുവും ദൈവവും പ്രവാചകന്മാരും അവർ നിയമം ഉണ്ടാക്കി തരുന്ന ഏർപ്പാടുകളൊക്കെ നിർത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ പറയുന്ന ഇന്ന് കാലഹരണപ്പെട്ട് 99% കാലഹരണപ്പെട്ടു പോയ ഈ ഗോത്ര നിയമങ്ങളെ മാത്രം ദൈവത്തിന്റെ പേരിൽ നിലനിൽക്കണം എന്ന് വാദിക്കുകയും ആധുനിക മനുഷ്യന് ആവശ്യമുള്ള നിയമങ്ങളൊക്കെ മനുഷ്യൻ യുക്തി കൊണ്ട് തന്നെ ഉണ്ടാക്കണം എന്ന് പറയുകയും ചെയ്യുന്നതിലുള്ള വൈരുദ്ധ്യം, ആ വൈരുദ്ധ്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട്
കാലത്തിനനുസരിച്ച് ഈ മതനിയമങ്ങളിൽ നിന്ന് തള്ളിക്കളയേണ്ടവ തള്ളിക്കളയുകയും പരിഷ്കരിക്കേണ്ടവ പരിഷ്കരിക്കുകയും പുതിയ നിയമങ്ങൾ നമ്മുടെ കാലഘട്ടത്തിനും മനുഷ്യത്വത്തിനും മനുഷ്യാവകാശങ്ങൾക്കും അനുസൃതമായ സാമൂഹ്യ സദാചാര നിയമങ്ങളും നിർമ്മിക്കുകയും ചെയ്യേണ്ടത് ആധുനിക പരിഷ്കൃത മനുഷ്യന്റെ കടമയാണ് എന്ന കാര്യം മതമൗലികവാദികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.